Praise the Lord. ദൈവത്തിന് സ്തോത്രം. Shall we read again from Jeremiah chapter 17 verses 9 and 10? യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങൾ വീണ്ടും വായിക്കാം. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത്, അത് ആരാഞ്ഞറിയുന്നവൻ ആർ? യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. The heart is deceitful above all things and desperately wicked. Who can know it? I, the Lord, search the heart. I try the reins, even to give every man according to his ways and according to the fruit of his doings. Praise the Lord. ദൈവത്തിന് സ്തോത്രം. These days we are studying the word of God under the theme the heart of man. ഈ ദിവസങ്ങളിൽ മനുഷ്യഹൃദയം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നാം ദൈവവചനം പഠിക്കുകയാണല്ലോ. Just give you a short recap of what we studied yesterday. ഇന്നലെ പഠിച്ചതിനെ കുറിച്ച് അതിനെ ചുരുക്കമായി ഞാൻ വിവരിക്കാം. Without knowing who God is, we cannot know who we are. ദൈവം ആരെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നാം ആരെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. The most modern philosophies are trying to say that man is basically good. ഇന്നുള്ള ഏറ്റവും പുതുതായ തത്വജ്ഞാനങ്ങളൊക്കെ മനുഷ്യൻ അടിസ്ഥാനപരമായി നല്ലവനെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിക്കുന്നു. He is basically God, but he needs to be aware of that. അടിസ്ഥാനപരമായി താന് ദൈവമാണ്, പക്ഷെ അവനത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. So through many spiritual exercises and meditation and understanding of certain philosophies, man today in the millions, they are trying to achieve godhood. ഇന്ന് മനുഷ്യൻ അതുകൊണ്ട് പല വിധത്തിലുള്ള ആത്മീക അഭ്യസനങ്ങളിലൂടെയും ധ്യാനത്തിലൂടെയും മറ്റുമെല്ലാം അവൻ നല്ലവനെന്ന് മനസ്സിലാക്കി അവനെ അറിവിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. We also as children of God are traveling towards godhood. നാമും ദൈവമക്കളാകുന്ന നാമും ദൈവികത്വത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. But first of all we have to repent and acknowledge our sinful state. പക്ഷെ നാം ആദ്യം നാം മാനസാന്തരപ്പെട്ട് നമ്മുടെ പാപം നിറഞ്ഞ അവസ്ഥ നാം ഏറ്റുപറയണം. The Bible says we are basically bad enough for us all to go to hell, and we need a savior. വേദപുസ്തകം പറയുന്നത് അടിസ്ഥാനപരമായി നാം എല്ലാവരും മോശക്കാരാണ്, അല്ലെ മോശമാണ്, നരകത്തിലേക്ക് പോകുവാൻ തക്കവണ്ണം മോശമാണ്. And the Bible invites us to acknowledge our badness through repentance and confession of our sins, and then the goodness of God will take over to take us to heaven. നമ്മുടെ പാപവും നമ്മുടെ തിന്മയും നാം മനസ്സിലാക്കി അത് ഏറ്റുപറയുവാൻ വേദപുസ്തകം നമ്മെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ നന്മ നമ്മെ നല്ലതിലേക്ക് ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ ഇടയാകും. Today the world is trying to achieve godhood or become godlike without repentance, without acknowledging their badness. ഇന്ന് മനുഷ്യർ അവരുടെ തെറ്റ്, അവരുടെ ചീത്ത വശങ്ങൾ സമ്മതിക്കാതെ തന്നെ ദൈവത്തെ പോലെ ആകുവാൻ, ദൈവികത്വമുള്ളവരാകുവാൻ ശ്രമിക്കുന്നു. Professing themselves to be wise, they became fools, the Bible says. വേദപുസ്തകം പറയുന്നത് ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോയി. The result of this global unity and the result of listening to these philosophies, the result of these meditations and spiritual exercises is not godhood, but they are going to be filled with demons. ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന ആ ഐക്യത്തിന്റെ പ്രവർത്തനങ്ങളും ആത്മീക പ്രവർത്തനങ്ങളും ഒക്കെ അത് ദൈവികത്വ നിമിത്തമല്ല, അതെല്ലാം വാസ്തവത്തിൽ പൈശാചികത്വ നിമിത്തം തന്നെയാണ്, അല്ലെ പിശാച് തന്നെയാണ്. But if we repent and go to Jesus who says I am the way, the truth and the life, will show us the way to how to get to heaven. നാം മാനസാന്തരപ്പെട്ട് യേശുവിലേക്ക് ചെന്നാൽ യേശു പറയും, ഞാനാകുന്നു വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞുകൊണ്ട് ദൈവികത്വത്തിലേക്കുള്ള വഴി അത് നമ്മെ കാണിച്ചു തരും. Without Jesus we will all go to hell. യേശുവിനെ കൂടാതെ നാം എല്ലാവരും നരകത്തിലേക്ക് തന്നെ പോകും. Without Jesus there is no salvation. യേശുവിനെ കൂടാതെ ഒരു രക്ഷ എന്നുള്ള അനുഭവമില്ല. Jesus said without me ye can do nothing. യേശു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും സാധ്യമല്ല. Yesterday we read a verse from Jeremiah chapter 13 and verse 11. ഇന്നലെ യിരെമ്യാ പ്രവചനം 13-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം നാം വായിച്ചുവല്ലോ. Where God says, like a girdle cleaves to the loins of a man, I caused Israel to cleave to me. ഒരു അരക്കച്ച മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഇസ്രായേൽ എന്നോട് പറ്റിയിരിക്കേണ്ടതിന് ഞാൻ അവരെ വിളിക്കുന്നു. When you look at that event, God asks Jeremiah to take a girdle and tie it around his loins. ആ സംഭവം നാം പരിശോധിച്ച് നോക്കിയാൽ
ദൈവം യിരെമ്യാവിനോട് ഒരു അരക്കച്ച എടുത്തിട്ട് തന്റെ അരയിൽ കെട്ടുവാൻ പറയുന്നു. Then he says, remove that girdle from your loins. അതിനുശേഷം പറയുകയാണ് ആ അരക്കച്ച അഴിച്ചു മാറ്റുക. And hide it by a hole by the river Euphrates. അത് യൂഫ്രട്ടീസ് നദിയുടെ കരയിൽ അല്ല അതിന്റെ ഓരത്ത് കൊണ്ടുപോയി ഒരു കുഴിയിൽ അതിനെ മറച്ചു വെക്കുക എന്ന് പറയുന്നു. Until I tell you, don't touch it, let it be there. ഞാൻ പറയുന്നത് വരെ അത് അവിടെ ഇരിക്കട്ടെ, അതിനെ തൊടരുത്. After many days, God asks Jeremiah, go and take that girdle. അനേക ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പോയി ആ അരക്കച്ച എടുക്കുവാൻ യിരെമ്യാവിനോട് ദൈവം കൽപ്പിക്കുന്നു. And when he took it out of that hole, കുഴിയിൽ നിന്ന് അത് എടുക്കുമ്പോൾ the Bible says that girdle was marred. വേദപുസ്തകം പറയുന്നത് അത് കേടുപറ്റി ഒന്നിനും കൊള്ളരുതാത്തതായി തീർന്നു. And it became profitable for nothing. അത് യാതൊരു ഉപയോഗവുമില്ലാത്തതായി തീർന്നു. And God tells Jeremiah, just like you tied this girdle around your loins first, I gave opportunities to Israel to cleave to me. ആദ്യം നീ ഈ അരക്കച്ച നിന്റെ അരയ്ക്ക് ചുറ്റും കെട്ടിയിരുന്നത് പോലെ ഇസ്രായേൽ ജനം എന്നോട് പറ്റിയിരിക്കേണ്ടതിന് ഞാൻ പല അവസരങ്ങൾ നൽകുന്നു. But they refused to listen and they have become marred like this girdle. എന്നാൽ അവരത് ശ്രദ്ധിക്കുവാൻ മനസ്സില്ലാതെ ഈ അരക്കച്ച പോലെ ഒന്നിനും കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. They have gone after idols, they have gone after other methods and they have lost and become marred and good for nothing. അവർ വിഗ്രഹങ്ങളുടെ പുറകെയും മറ്റു വഴികളുടെ പുറകെയും പോയിട്ട് അവർ ഒന്നിനും കൊള്ളരുതാത്തതായി ദ്രവിച്ച അവസ്ഥയിലായിരിക്കുന്നു. Read verse 10 of that chapter, chapter 13, Jeremiah 13:10. യിരെമ്യാവ് 13:10 വായിക്കാം. എന്റെ വചനം കേൾപ്പാൻ മനസ്സില്ലാതെ ഹൃദയത്തിന്റെ ശാഠ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെ ആയിത്തീരും. This evil people which refuse to hear my words, which walk in the imagination of their heart and walk after their other gods to serve them and worship them, shall even be as this girdle which is good for nothing. So this message is a 2-in-1 message. ഈ ദൂത് എന്നുള്ളത് ഒന്നിൽ തന്നെ രണ്ടുള്ളതായ മെസ്സേജാണ്. One is, you cannot go away from me. ഒന്ന്, നിങ്ങൾക്ക് എന്നിൽ നിന്ന് അകന്നു പോകാൻ കഴിയുകയില്ല. I am the only way. ഞാനാണ് ഏക വഴി. The second part of the same message is, you go away from me, anywhere else you go, you will become good for nothing, unprofitable. ഈ സന്ദേശത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്നുള്ളത്, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോയെന്നാൽ യാതൊന്നിനും പ്രയോജനമില്ലാത്ത ഒന്നിനും കൊള്ളരുതാത്ത ഒന്നുപോലെയായി നിങ്ങൾ തീരും. That's what the whole Bible teaches. അതാണ് മുഴുവൻ വേദപുസ്തകവും പഠിപ്പിക്കുന്നത്. You follow Jesus, you have everything. You leave Jesus, you lose everything. നിങ്ങൾ യേശുവിനെ അനുഗമിച്ചാൽ നിങ്ങൾക്ക് സകലതുമുണ്ട്. യേശുവിനെ വിട്ടുകളഞ്ഞാൽ സകലതും നിങ്ങൾക്ക് നഷ്ടപ്പെടും. And yesterday we saw how to cleave to Jesus. God brings us to a state of brokenness. ഇന്നലെ നാം യേശുവിനോട് പറ്റിച്ചേരുന്നത് എങ്ങനെയാണെന്ന് കണ്ടു. ദൈവം നമ്മെ തകർക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. He breaks our hard and proud and stout hearts. അവൻ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ നിഗളത്തെയും ഉന്നത ഭാവത്തെയും ഒക്കെ തകർക്കുന്നു. I remember the testimony of a young boy. ഒരു യൗവനക്കാരന്റെ സാക്ഷ്യം ഞാൻ ഓർക്കുകയാണ്. He was a thief and a pickpocket. താൻ ഒരു മോഷ്ടാവും ഒരു പോക്കറ്റ് അടിക്കാരനുമായിരുന്നു. He used to boldly go and steal from shops. താൻ ധൈര്യത്തോടെ പോയി പല കടകളിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുവരുമായിരുന്നു. He said in his own words, I used to break the locks of shops that were shut down in the night, lift up the shutter, go in, steal items and come out, and there would be policemen going on patrol and I would walk with them. ഞാൻ താൻ പറഞ്ഞ തന്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞാല്, രാത്രി കാലങ്ങളിൽ ചെന്ന് കടകളുടെ താഴ് തകർത്ത് ഷട്ടർ തുറന്ന് അകത്തുള്ള സാധനങ്ങൾ മോഷ്ടിച്ച് പുറത്തിറങ്ങിയിട്ട് പെട്രോളിങ്ങിന് പോകുന്ന പോലീസുകാരുടെ കൂടെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. He was so bold and so daring and so hard-hearted. അത്രത്തോളം കഠിന ഹൃദയനും ധൈര്യമുള്ളവനും പേടിയില്ലാത്തവനുമായിരുന്നു. One day he attended a gospel meeting. ഒരിക്കൽ താൻ ഒരു സുവിശേഷ യോഗത്തിൽ സംബന്ധിച്ചു. And there the word of God hit his hard heart. ഒരു ദിവസം അന്ന് ദൈവവചനം തന്റെ കഠിന ഹൃദയത്തെ അതിനെ സന്ദർശിച്ചു. His hard heart broke. തന്റെ കഠിന ഹൃദയം തകർക്കപ്പെട്ടു. And it melted before Jesus. അത് യേശുവിന്റെ മുമ്പാകെ ഉരുകി ഒലിച്ചു. After the meeting was over, ആ മീറ്റിംഗിന് ശേഷം 2 policemen were walking by. 2 പോലീസുകാർ നടന്നു പോകുകയായിരുന്നു. Immediately he started trembling, he said.
താൻ പറയുകയാണ് തനിക്ക് പെട്ടെന്ന് താൻ വിറയ്ക്കുവാൻ തുടങ്ങി. He said, before that, before I knew Jesus, my heart was so hard I would walk with the policeman after I stole. Now, after Jesus hit my heart and melted me, 2 policemen were just walking by, not chasing me, but I got scared. ആദ്യം ഞാൻ യേശുവിനെ അറിയുന്നതിന് മുമ്പ് എന്റെ ഹൃദയം കഠിനപ്പെട്ടത് നിമിത്തം മോഷ്ടിച്ചതിന് ശേഷം ഞാൻ 2 പോലീസുകാരുടെ കൂടെ വേണമെങ്കിൽ നടന്നു പോകുമായിരുന്നു. എന്നാൽ ദൈവവചനം വന്ന് എന്റെ കഠിന ഹൃദയത്തെ തകർത്തതിന് ശേഷം ഞാൻ മോഷ്ടിച്ചില്ല എങ്കിൽ തന്നെ 2 പോലീസുകാരനെ ഓടിക്കുന്നില്ല എങ്കിൽ തന്നെ അവരെ കാണുമ്പോൾ തന്നെ ഞാൻ ഭയന്നു പോകുകയാണ്. Today that pickpocket and thief is one of our servants of God serving in the Andaman Islands. അന്നത്തെ ആ മോഷ്ടാവും പിടിച്ചുപറിക്കാരനുമായിരുന്നവൻ ഇന്ന് ആൻഡമാനിൽ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. So that's how God breaks our hearts and gives us opportunities to cleave to him. അങ്ങനെയാണ് കർത്താവ് നമ്മുടെ ഹൃദയത്തെ തകർത്ത് അവനോട് പറ്റിച്ചേരുവാനുള്ള അവസരങ്ങൾ ഒരുക്കുന്നത്. But God expects that broken state should remain broken till the end of our lives. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ആ തകർക്കപ്പെട്ട അനുഭവം നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ കാണപ്പെടണമെന്നാണ്. Just imagine that you have been put into prison. നിങ്ങൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. For the first time in your life. നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായി You did something wrong. നിങ്ങൾ എന്തോ ഒരു തെറ്റ് ചെയ്തു. But till you were discovered, you did not know how great it was, how foolish it was. എന്നാൽ നിങ്ങൾ അത് കണ്ടുപിടിക്കുന്നത് വരെ അത് എത്ര വലിയതാണെന്നോ എത്ര ഭോഷത്വം നിറഞ്ഞതാണെന്നോ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നില്ല. When you got caught, എന്നാൽ നിങ്ങൾ പിടിക്കപ്പെട്ടപ്പോൾ and your reputation is ruined, your family reputation is ruined, നിങ്ങളുടെ മാനവും നിങ്ങളുടെ കുടുംബത്തിന്റെ മാനവും എല്ലാം നഷ്ടപ്പെട്ടു. your hope to live a bright life in the future is also ruined. ഒരു പ്രകാശിതമായ ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രത്യാശയും നഷ്ടപ്പെട്ടു. And finally you're released. അവസാനം നിങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നു. And the police is they are warning you, be careful, don't do this next time. പോലീസുകാർ മുന്നറിയിപ്പ് തരുന്നു, നീ ശ്രദ്ധിച്ചു കൊള്ളണം, മേലിൽ ഇങ്ങനെ ചെയ്യരുത്. And imagine the state of your heart in that situation. ആ സമയത്ത് നിങ്ങളുടെ ഹൃദയം എങ്ങനെയായിരിക്കും? Your hands will be folded before the policeman. പോലീസുകാരുടെ മുമ്പാകെ നിങ്ങൾ ഇങ്ങനെ കൈകെട്ടി നിൽക്കും. Your heart will be very humble, no, I'll never do this again. നിങ്ങളുടെ ഹൃദയം വളരെ താഴ്മയോടെ പറയും, ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. Your heart at that time is a broken heart. ആ സമയത്തുള്ള നിങ്ങളുടെ ഹൃദയമാണ് തകർന്ന ഹൃദയം. God expects that heart should always be like that till we die. ദൈവം ആഗ്രഹിക്കുന്നത് നാം മരിക്കുന്നത് വരെ എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയം അങ്ങനെ ഇരിക്കണമെന്നാണ്. Practically speaking, our heart is not like that. എന്നാൽ യഥാർത്ഥമായി പറഞ്ഞാൽ നമ്മുടെ ഹൃദയം അങ്ങനെയല്ല. To maintain that heart in that penitent, repentant state the first day we met God is very difficult practically. നമ്മുടെ ജീവിതത്തിൽ നാം ആദ്യമായി ദൈവത്തെ കണ്ടുമുട്ടിയ ദിവസത്തിലെ പോലെയുള്ള തകർന്ന് നുറുങ്ങിയതുമായ അനുതാപമുള്ള ഹൃദയത്തെ സൂക്ഷിക്കുക എന്നുള്ളത്, ഓരോ ദിവസവും അത് സൂക്ഷിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. When I was a child, ഞാനൊരു കുട്ടിയായിരുന്നപ്പോൾ in my house there was a Horlicks bottle that was left open and exposed to the air for many days. ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ വീട്ടില് ഒരു ഹോർലിക്സിന്റെ ഒരു പാത്രം, അത് ഒരു കുപ്പി, അത് തുറന്ന് വായുവിൽ ഇങ്ങനെ തുറന്നു വെച്ചിരുന്നു. And when one day I tried to scoop out some Horlicks from with a spoon, the spoon got bent, but the Horlicks was hard. ഞാൻ ഒരു ദിവസം അതിൽ നിന്ന് സ്പൂൺ കൊണ്ട് കുറച്ച് ഹോർലിക്സ് എടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അത് ആ സ്പൂൺ വളഞ്ഞുപോയി, പക്ഷെ ഹോർലിക്സ് കട്ടിപിടിച്ചിരിക്കുകയായിരുന്നു. Same way, when our heart is exposed to so many sins and sinful people in the whole world around us, this repentant heart does not stay like that. It slowly becomes hard in various angles. അപ്രകാരം നമ്മുടെ ഹൃദയവും പാപത്തോടും ലോകത്തിലുള്ള മനുഷ്യരോടും ലോകത്തിലുള്ള അനുഭവങ്ങളോടും ഒക്കെ ഇടപെട്ട് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അനുതാപത്തിന്റെ അവസ്ഥ നിലനിൽക്കുകയില്ല, അത് കഠിനപ്പെട്ടു പോകുവാനിടയാകും. It is about this that the Bible warns us in Hebrews chapter 3. ഇതിനെക്കുറിച്ചാണ് എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൽ വേദപുസ്തകം നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. Read verses 12 and 13. 12-13 വാക്യങ്ങൾ വായിക്കാം. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളുവിൻ. Take heed, brethren, lest there be in any of you an evil heart of unbelief in departing from the living God, but exhort one another and daily, while it is called today, lest any of you be hardened through the deceitfulness of sin. The more we cleave to God, the more our heart becomes hard towards sin. നമ്മുടെ ഹൃദയം നാം എത്രത്തോളം ദൈവത്തോട് അധികം പറ്റിച്ചേരുന്നുവോ
അത്രത്തോളം നമ്മുടെ ഹൃദയം പാപത്തോട് കഠിനപ്പെട്ടിരിക്കും. That means sin will try to entice and deceive, but your heart won't melt. എന്നാൽ അതിനർത്ഥം പാപം നമ്മെ ആകർഷിച്ച് വശീകരിച്ചു വഞ്ചിക്കുവാൻ ശ്രമിക്കുമെങ്കിലും നമ്മുടെ ഹൃദയം ഉരുകുകയില്ല. But the more we incline to sin and yield to sin, our heart will become hard towards God. നാം കൂടുതൽ പാപത്തിലേക്ക് ചാഞ്ഞ് അതിലേക്ക് ആകർഷിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തോട് കഠിനമായിരിക്കും. That means church and God and prayer and Bible reading will become something very boring. അതായത് സഭയും പ്രാർത്ഥനയും കൂട്ടായ്മയും വേദപുസ്തകം വായിക്കുന്നതുമൊക്കെ അത് വളരെ ബോറടിപ്പിക്കുന്നതായിരിക്കും. That's why the Bible says in this verse, while it is called today, harden not your hearts, obey his voice. That means don't delay in rectifying your heart and sanctifying yourself, because one day late and your heart will become harder than before. അതുകൊണ്ടാണ് ഈ വാക്യത്തിൽ പറയുന്നത്, ഇന്ന് എന്ന് പറയുന്നിടത്തോളം നിങ്ങൾ കഠിനപ്പെടാതിരിക്കേണ്ടതിന് അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവേൻ. അല്ല എങ്കിൽ അത് നിങ്ങളുടെ ഹൃദയം അപ്രകാരം ക്രമീകരിച്ച് നിങ്ങൾ അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പാപത്തോട് ഓരോ ദിവസം കഴിയുന്തോറും കഠിനപ്പെട്ടു പോകുക, ദൈവത്തിന്റെ കാര്യത്തോട് കഠിനപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ട്. Sin has its attraction, but it's dangerous. When it touches you, it will take you more and more away from God. പാപത്തിന് അതിൻ്റെതായ ഒരു ആകർഷണത്വം ഉണ്ടെങ്കിൽ തന്നെയും അത് നിങ്ങളെ തൊടുമ്പോൾ അത് നിങ്ങളെ പിടിച്ച് ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകും. The whole world today is getting more and more anti-God. They're going against God. ഇന്ന് ഈ മുഴി ലോകവും അധികമായി ദൈവത്തിന് വിരുദ്ധമായിട്ട് വരികയാണ്. Be very careful. Don't allow those spirits to touch you. പ്രിയം, നിങ്ങളെ അങ്ങനെയുള്ള ആത്മാക്കൾ തൊടുവാൻ നിങ്ങൾ അനുവദിക്കരുത്. We as children of God in this church are very strict with our people. We tell them in small things we are strict, because we don't want these spirits to touch the flock of God. ഈ സഭയില് ഞങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ദൈവമക്കളെ ഉപദേശിക്കാറുണ്ട്. ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവരെ ഉപദേശിക്കുന്നതിന് കാരണം ഒരു ചെറിയ കാര്യത്തിൽ പോലും ഇങ്ങനെയുള്ള ദുരാത്മാക്കൾ വന്ന് ദൈവത്തിന്റെ ആടുകളെ തൊടുവാൻ ഇടയാകരുത്. That's why we are very strict about the clothes you wear, about the things that you see, the places you go to, the people you associate with. അതുകൊണ്ടാണ് നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ചും നിങ്ങൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ചും നിങ്ങൾ ഇടപെടുന്ന ആൾക്കാരെ കുറിച്ചും ഒക്കെ ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കുന്നത്. Because small things can take you away from God and find you'll end up with big sins. എന്തുകൊണ്ടെന്നാൽ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങളെ ദൈവത്തിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി വലിയ പാപങ്ങളിൽ ചെന്ന് അവസാനിക്കുവാൻ ഇടയുണ്ട്. I remember that a man, ഞാനൊരു മനുഷ്യനെ ഓർക്കുകയാണ്. he used to come to one of the churches where I was. ഞാൻ ആയിരുന്ന ഒരു സഭയിലേക്ക് താൻ വരുമായിരുന്നു. And he wouldn't sit with everyone else. He would take a small mat and sit at the back. താൻ എല്ലാവരോടും ചേർന്ന് ഇരിക്കുകയില്ല. ഒരു ചെറിയ പായ എടുത്തുകൊണ്ട് പോയി ഏറ്റവും പുറകിൽ താൻ തനിയെ ഇരിക്കും. So one day we talked to him and spoke to him. ഒരു ദിവസം ഞങ്ങൾ തന്നോട് സംസാരിച്ചു. And he had this habit of smoking. തനിക്ക് പുകവലിക്കുന്ന സ്വഭാവമുണ്ട്. I feel I'm not worthy to sit with everybody. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും കൂടെ ഇരിക്കുവാൻ എനിക്ക് യോഗ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. He didn't have a job. തനിക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല. His wife was working. തന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി ഉണ്ടായിരുന്നു. Those days he used to come for all the meetings. ആ ദിവസങ്ങൾ താൻ എല്ലാ കൂട്ടത്തിനും വരുമായിരുന്നു. God changed his life. ദൈവം തന്റെ ജീവിതത്തെ മാറ്റി. And one day he said, I want to testify. ഒരു ദിവസം താൻ പറഞ്ഞു, എനിക്ക് സാക്ഷി പറയണം. And when he testified only, we knew who he really was. താൻ സാക്ഷി പറഞ്ഞപ്പോൾ മാത്രമാണ് താൻ ആരാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. He said, I have done independent ministries. താൻ പറയുകയാണ്, ഞാൻ സ്വതന്ത്രമായി ശുശ്രൂഷ ചെയ്തിരുന്നു. I have preached before 400-500 people. ഞാൻ 400-500 മനുഷ്യരുടെ മുമ്പാകെ പ്രസംഗിച്ചിട്ടുണ്ട്. I have given baptism to so many people. ഞാൻ അനേകർക്ക് സ്നാനം നൽകിയിട്ടുണ്ട്. But now I am standing before a congregation of 150 people just to testify, and I'm trembling before you. ഇന്ന് ഞാൻ സാക്ഷി പറയേണ്ടതിന് മാത്രമാണ് ഏകദേശം 150 പേർ മാത്രമുള്ള ഈ കൂട്ടത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. പക്ഷെ നിങ്ങളുടെ മുമ്പാകെ ഞാൻ വിറയ്ക്കുകയാണ്. God has changed my hypocritical life. ദൈവം എന്റെ കപടഭക്തിയുടെ ജീവിതത്തെ മാറ്റി. I was doing ministry for money. ഞാൻ പണത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്തിരുന്നു. I earned a lot of money through my ministries. എന്റെ ശുശ്രൂഷ നിമിത്തം ഞാൻ വളരെ ധനം സമ്പാദിച്ചു. But today I don't have a job. എന്നാൽ ഇന്ന് എനിക്കൊരു ജോലിയില്ല. But I found Jesus. എന്നാൽ ഞാൻ യേശുവിനെ കണ്ടെത്തി. Within a short while, ഒരു അല്പകാലത്തിനുള്ളിൽ he got a job. തനിക്കൊരു ജോലി ലഭിച്ചു. But the small thing was he had to work on Sundays. അതിലൊരു ചെറിയ കാര്യം എന്നുള്ളത് താന് ഞായറാഴ്ച ജോലി ചെയ്യണമായിരുന്നു. And for 4 weeks
he couldn't come for the meetings. 4 ആഴ്ച തനിക്ക് മീറ്റിങ്ങിന് വരുവാൻ കഴിഞ്ഞില്ല. One day I went to his house. ഒരു ദിവസം ഞാൻ തന്റെ വീട്ടിൽ പോയി. He had removed his mustache. The mustache was there thick once again. താന് തന്റെ മീശ ഒരിക്കൽ വടിച്ചു കളഞ്ഞിരുന്നതാണ്. ഇപ്പോൾ കട്ടി മീശ തനിക്ക് വീണ്ടും വന്നു. And he had a chain around his neck. തന്റെ കഴുത്തിൽ ഒരു മാല കിടക്കുന്നു. He was smoking once again. ഒരിക്കൽ കൂടി താൻ പുകവലിക്കുന്നു. I said, what happened, brother? ഞാൻ ചോദിച്ചു, സഹോദര എന്തു പറ്റി? Nothing happened, nothing happened. ഒന്നും പറ്റിയില്ല. Why aren't you coming to the meetings? എന്തുകൊണ്ടാണ് നിങ്ങൾ മീറ്റിങ്ങിന് വരാത്തത്? I'll come. ഞാൻ വരാം. Just 4 days. 4 ദിവസം മാത്രം. A job where he couldn't come to the meetings. ആ ജോലി നിമിത്തം തനിക്ക് മീറ്റിങ്ങിന് വരുവാൻ കഴിഞ്ഞിരുന്നില്ല. He stopped coming to church altogether. താൻ സഭയിലേക്ക് വരുന്നതേ നിർത്തിക്കളഞ്ഞു. A small sin, and see what a great backsliding, what a great conversion there was, and what a great backsliding once again. ഒരു ചെറിയ കാര്യമാണ് എത്ര വലിയ പിന്മാറ്റം വന്നു എന്ന് നോക്കുക. എത്ര വലിയൊരു രൂപാന്തരമാണ് തനിക്കുണ്ടായത്. അത്രത്തോളം വലിയൊരു പിന്മാറ്റവും വന്നു. That day I learned my lesson. അന്ന് ഞാനൊരു പാഠം പഠിച്ചു. I tell anyone who says, brother, I got a job but they are asking me to work on Sundays, I said, even if you starve to death, please don't take up such jobs. ഏതെങ്കിലും സഹോദരങ്ങൾ വന്ന് എനിക്കൊരു ജോലി ലഭിച്ചിരിക്കുന്നു, ഒരു ചെറിയ കാര്യം മാത്രമേ ഉള്ളൂ, ഞായറാഴ്ച ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയും, നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും ഞായറാഴ്ച ജോലിക്ക് പോകരുത്. Harden not your heart while it is called today. Listen to his voice. If your heart gets hard, you will say, I'll come. ഇന്ന് എന്ന സമയം ശേഷിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്. അങ്ങനെ നിങ്ങൾ കഠിനപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറയും, ഞാൻ വരാം എന്ന് പറയും. I've met so many backsliders. ഞാൻ പല പിന്മാറ്റക്കാരെ കണ്ടിട്ടുണ്ട്. God has given me a burden for them. ദൈവം അവർക്ക് വേണ്ടിയുള്ള ഒരു ഭാരം എനിക്ക് തന്നിരിക്കുന്നു. When I go to visit them and tell, brother, please come back to God, come back to church. ഞാൻ അവരെ സന്ദർശിച്ച സഹോദര ദയവ് ചെയ്ത് സഭയിലേക്ക് മടങ്ങി വരണമെന്ന് പറയുമ്പോൾ most of them will say, surely brother, I'll come this Sunday, I will come. മിക്കവാറും എല്ലാവരും തന്നെ പറയുന്നത്, തീർച്ചയായിട്ടും സഹോദര ഈ ഞായറാഴ്ച തന്നെ ഞാൻ വരാം. And they won't come. എന്നിട്ട് അവർ വരില്ല. Then why did they say that? പിന്നെ എന്തുകൊണ്ട് അവരത് പറഞ്ഞു? Only if they say that, I will go away quickly. അത് പറഞ്ഞാൽ മാത്രമേ ഞാൻ പെട്ടെന്ന് അവിടുന്ന് പോകുകയുള്ളൂ. Otherwise I'll keep on calling in them and nudging them and keep on irritating them. അല്ലെങ്കിൽ ഞാൻ അവരെ വിളിച്ചുകൊണ്ടേയിരിക്കും, അങ്ങനെ സംസാരിച്ച് ഒരുപക്ഷെ അവരെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കും. That's the hardness of the heart. അതാണ് ഹൃദയത്തിന്റെ കഠിനത. That's why we have to be very careful and check ourselves very often. അതുകൊണ്ടാണ് നാം വളരെ ശ്രദ്ധയോടെ ഇരുന്ന് എന്നും നമ്മെ പരിശോധിക്കേണ്ടിയിരിക്കുന്നത്. While we are sitting here itself, we should check our hearts. How is my connection with God? നാം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ച് എനിക്ക് ദൈവത്തോടുള്ള ബന്ധം എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കണം. Right now as I am sitting in this place listening to the word of God, am I able to feel the presence of God? ഈ സ്ഥലത്ത് ഞാൻ ഇരിക്കുമ്പോൾ തന്നെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നില്ല. Am I able to feel God's voice speaking to me? എന്നാൽ ദൈവത്തിന്റെ ശബ്ദം എന്നോട് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. Am I able to feel? എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുവോ? So we see that sometimes we go away from God but we don't realize it. നാം ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, പക്ഷേ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. Let's be very careful. The Bible says, keep thy heart with all diligence, for out of it are the issues of life. വേദപുസ്തകം പറയുന്നത്, സകല ജാഗ്രതയോടുകൂടെ നിന്റെ ഹൃദയത്തെ സൂക്ഷിച്ചു കൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ. That means if you don't be careful with your heart, instead of life, death will come out. നാം ഹൃദയം ജാഗ്രതയോടെ സൂക്ഷിക്കുന്നില്ല എങ്കിൽ ജീവന് പകരം മരണമായിരിക്കും പുറപ്പെട്ടു വരുന്നത്. Turn to Psalm 19. 19-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ and read verse 12. 12-ാം വാക്യം വായിക്കാം. Psalm 19 verse 12. 19-ാം സങ്കീർത്തനം 12-ാം വാക്യം. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. Who can understand his errors? Cleanse thou me from the secret faults. In the next verse, this verse and the next verse, ഈ വാക്യവും അടുത്ത വാക്യം ശ്രദ്ധിച്ചാൽ you see a growth in sin. പാപത്തിൽ വളർച്ച നമുക്ക് കാണുവാൻ കഴിയും. Errors become secret faults become presumptuous sins end up with a great transgression. അത് ആദ്യം ചെറിയ തെറ്റുകള്, അത് മറഞ്ഞിരിക്കുന്ന രഹസ്യ പാപങ്ങളാകുന്നു. അതിനുശേഷം സ്വമേധാ പാപങ്ങളും അവസാനം മഹാപാതകവുമായി തീരുന്നു. So the first question is, who can understand his errors? ഒന്നാമത്തെ ചോദ്യം ഇതാണ്,
തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ? I want to divide that question into 4 parts. ആ ചോദ്യത്തെ 4 ആയിട്ട് വിഭാഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. By picking up 4 words from that question. ആ ചോദ്യത്തിൽ നിന്ന് 4 വാക്കുകൾ എടുത്തുകൊണ്ട്, The first word, according to the English order, I will take it. The first word is who. ഇംഗ്ലീഷ് വാക്യത്തിന് പ്രകാരം ആദ്യം എഴുതിയിരിക്കുന്നത് ആർ എന്നുള്ള വാക്കാണ്. Who can understand his errors? ആർക്ക് തന്റെ തെറ്റുകളെ ഗ്രഹിക്കാം? So we will see that word who. ഒന്നാമത് ആർ എന്ന് എഴുതിയിരിക്കുന്നു. Why is the Bible asking that question? എന്തുകൊണ്ടാണ് വേദപുസ്തകം ആ ചോദ്യം ചോദിക്കുന്നത്? Because we human beings are more prone to justifying ourselves than acknowledging our faults. എന്തുകൊണ്ടെന്നാൽ മനുഷ്യരായ നാം നമ്മെ തന്നെ ന്യായീകരിക്കുന്നതിനാണ് നമ്മുടെ കുറ്റം സമ്മതിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നത്. That's what everyone in the world today is doing. അതാണ് ഇന്ന് മുഴു ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ചെയ്യുന്നത്. They are offering reasons to say why they are good. അവർ നല്ലവരെന്ന് കാണിക്കേണ്ടതിന് കാരണങ്ങൾ അവർ നിരത്തുന്നു. Somebody said, ആരോ പറഞ്ഞു, the person who steals will be very proud saying that he doesn't drink. മോഷ്ടിക്കുന്ന ഒരു വ്യക്തി ഞാൻ മദ്യപാനിയല്ല എന്ന് പറയുന്നതിൽ അഭിമാനിക്കും. The person who commits adultery says, I don't steal. വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യൻ പറയും, ഞാൻ മോഷ്ടിക്കുന്നില്ലല്ലോ. So instead of focusing on their bad areas and acknowledge their faults and humble themselves, they are trying to show how good they are. അവരുടെ തെറ്റുകളിൽ പാപങ്ങളെ ശ്രദ്ധിച്ച് അവരെത്ര മോശമാണെന്ന് സമ്മതിക്കുന്നതിന് പകരമായി അവർ നല്ലവരെന്ന് കാണിക്കുവാൻ അവർ ശ്രമിക്കുന്നു. Once I was speaking to one of my classmates who was smoking. പുക വലിച്ചുകൊണ്ടിരുന്ന എന്റെ ഒരു ക്ലാസ്മേറ്റിനോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. Don't kill yourself by smoking, I told him. ഞാൻ പറഞ്ഞു, പുക വലിച്ച് നീ നിന്നെ തന്നെ കൊല്ലരുത്. He said, who said smoking is good for digestion? ആര് പറഞ്ഞു പുക വലിക്കുന്നത് ദഹനത്തിന് നല്ലതാണ്? In the packet itself it's written it's injurious to health, but he has an excuse now for smoking. അതിന്റെ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് അത് പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന്. പക്ഷേ തനിക്ക് അത് വലിക്കുന്നതിനൊരു കാരണമുണ്ട്. Who can understand his errors? ആർക്ക് തന്റെ തെറ്റുകൾ ഗ്രഹിക്കുവാൻ കഴിയും? So if I get angry, എനിക്ക് കോപം വരുന്നുവെങ്കിൽ, I have blood pressure, that's why I lose my temper. എനിക്ക് ബ്ലഡ് പ്രഷർ ഉള്ളത് കൊണ്ടാണ്, എനിക്ക് രക്തസമ്മർദ്ദം ഉള്ളത് കൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് കോപം വരുന്നത്. My wife is always irritating me, that's why I'm getting angry. എന്റെ ഭാര്യ എപ്പോഴും എന്നെ പ്രകോപിപ്പിക്കുന്നത് കൊണ്ടാണ് എനിക്ക് കോപം വരുന്നത്. On judgment day, when you stand before the white throne, can you give all these reasons? ന്യായവിധി ദിവസത്തിൽ വെള്ള സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോൾ നിനക്ക് ഈ ന്യായങ്ങളൊക്കെ പറയുവാൻ കഴിയുമോ? And Jesus will say, oh, you had blood pressure, then come and enter thou blessed of the Lord. യേശു പറയുമോ, നിനക്ക് രക്തസമ്മർദ്ദം ഉണ്ടായിരുന്നല്ലേ, സാരമില്ല, വന്ന് എന്നോടുകൂടെ സ്വർഗ്ഗത്തിൽ സിംഹാസനത്തിൽ ഇരുന്നു കൊള്ളുക. There's no excuses. അങ്ങനെ ഒരു ന്യായീകരണമില്ല. That's why the Bible asks, who can understand his errors? അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, ആർക്ക് തന്റെ തെറ്റുകളെ ഗ്രഹിക്കാം? There are very few people today who understand their errors. ഇന്ന് തങ്ങളുടെ തെറ്റുകൾ ഗ്രഹിക്കുന്നവർ വളരെ ചുരുക്കമേ ഉള്ളൂ. You look at Saul, one day God commanded him to go and slay all the Amalekites. Don't spare anyone, slay everyone. ഒരു ദിവസം ശൗലിനോട് ദൈവം കൽപ്പിക്കുകയാണ്, നീ പോയി അമാലേക്യരെ നിർമൂലമാക്കി കളയണം, ഒരു വ്യക്തിയെ പോലും ശേഷിപ്പിക്കരുത്, എല്ലാവരെയും കൊന്നുകളയണം. But what did he do? താൻ എന്താണ് ചെയ്തത്? He disobeyed. താൻ അനുസരണക്കേട് കാണിച്ചു. He spared the king. താൻ രാജാവിനെ രക്ഷിച്ചു. He spared the best animals. നല്ല മൃഗങ്ങളെയൊക്കെ കൊല്ലാതെ സൂക്ഷിച്ചു. Samuel asked him, what did you do? ശമൂവേൽ ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തത്? I have obeyed the commandment of the Lord. ഞാൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുകയാണ് ചെയ്തത്. What is the bleating of that sheep that I hear? അപ്പോൾ ഞാൻ ഈ കേൾക്കുന്ന ആടുകളുടെ കരച്ചിൽ എന്താണ്? That I just kept the best to sacrifice to God. അതാണോ? അത് ഏറ്റവും നല്ലതിനെ ദൈവത്തിന് യാഗമർപ്പിക്കേണ്ടതിന് ഞാൻ വെച്ചതാണ്. Do you not know that to obey is better than sacrifice? അനുസരിക്കുന്നത് യാഗത്തേക്കാൾ ഉത്തമമെന്ന് നീ അറിയുന്നില്ലയോ? Yes, I have obeyed. അതെ, ഞാൻ അനുസരിച്ചിരിക്കുന്നു. No, you have not obeyed, and because you have not obeyed, the Lord is going to reject you from his kingdom. നീ അനുസരിച്ചിട്ടില്ല, നീ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് ദൈവം നിന്നെ രാജത്വത്തിൽ നിന്ന് നീക്കുവാൻ പോകുന്നു. Then he held Samuel. താൻ അപ്പോൾ ശമൂവേലിനെ കയറി പിടിച്ചു. And Samuel's skirt tore. അപ്പോൾ തന്റെ നിലയങ്കി കീറിപ്പോയി. And the Lord said, Samuel said, your kingdom also will tear like this. ശമൂവേൽ പറയുകയാണ്, നിന്റെ രാജത്വവും ഇപ്രകാരം കീറിപ്പോകും. Even then, അപ്പോഴും he says, okay, I've sinned, but don't say it too loudly. Everyone's watching, I'm king. Please don't honor me in front of please honor me in front of everyone. അപ്പോഴും ശമൂവേൽ പറയുന്നത് ശരിയാണ്, ശൗല് പറയുന്നത് ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, ശരി തന്നെ, പക്ഷേ നീ അത് ഉറക്കെ പറയരുത്, ഞാൻ രാജാവാണ്, എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, അവരുടെ മുമ്പാകെ എന്നെ മാനിക്കണമെന്ന് പറയുകയാണ്. So Saul's penitence
was not real repentance. He was not really realizing his sin. Ah. He was realizing that the more that Saul justifies himself, Samuel is getting louder and louder and his reputation will go. He was scared of that. So, okay, I've sinned. I said, don't stop arguing. ശമൂവേൽ മനസ്സിലാക്കിയെടുത്തോളം ശൗല് തന്റെ പാപമല്ല, തന്റെ തെറ്റവൻ ഗ്രഹിക്കുകയല്ല, മനസ്സിലാക്കുകയല്ല ചെയ്തത്. ശമൂവേൽ സംസാരിക്കും തോറും അവൻ മറ്റുള്ളവരത് കേൾക്കുമെന്ന് ഓർത്ത് അവന്റെ ആ മാനം, ആ മഹിമ പോകുമെന്ന് ഓർത്തിട്ട് അവൻ പറയുകയാണ്, അയ്യോ ഞാൻ പാപം ചെയ്തു എന്ന്. Read that in 1 Samuel chapter 15. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ അത് വായിക്കുവാൻ കഴിയുന്നു. Verse 30. 30-ാം വാക്യം. അപ്പോൾ അവൻ, ഞാൻ പാപം ചെയ്തിരിക്കുന്നു, എങ്കിലും ജനത്തിന്റെ മൂപ്പന്മാരുടെയും ഇസ്രായേലിന്റെ മുൻപാകെ ഇപ്പോൾ എന്നെ മാനിച്ച് ഞാൻ നിന്റെ ദൈവമായ യഹോവയെ നമസ്കരിക്കേണ്ടതിന് എന്നോടുകൂടെ പോരേണമേ എന്ന് അപേക്ഷിച്ചു. Then he said, I have sinned, yet honor me now, I pray thee, before the elders of my people and before Israel, and turn again with me, that I may worship the Lord thy God. Our Easter week fasting is coming next week. അടുത്ത ആഴ്ച നമുക്ക് ഈസ്റ്ററിന്റെ ഒരാഴ്ചത്തെ ഉപവാസമാണ്. Who shall understand his errors? ആർ തന്റെ തെറ്റുകൾ ഗ്രഹിക്കും? How many will yield themselves to a real confession in these days? ഈ ദിവസങ്ങളിൽ എത്ര പേർ യഥാർത്ഥമായ ഒരു ഏറ്റുപറച്ചിലിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും? The leaders of our church want us to put aside all other commitments and concentrate on this to humble ourselves in God's presence. നമ്മുടെ സഭയുടെ നടത്തിപ്പുകാർ ആഗ്രഹിക്കുന്നത് ഈ ദിവസങ്ങൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചിട്ട് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ, ശുദ്ധീകരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ്. The second word that is mentioned here, അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത വാക്ക്, this is the word understand. ഗ്രഹിക്കുന്നവൻ എന്നാണ്. Who can understand his errors? തന്റെ തെറ്റുകൾ ഗ്രഹിക്കുന്നവൻ ആരാകുന്നു? It's easily, we all know when we go wrong, we all know. നാം തെറ്റ് പറ്റുമ്പോൾ നമുക്കെല്ലാം അത് അറിയാം. Yesterday I spoke one word I shouldn't have spoken. It was a bad word. ഞാൻ ഇന്നലെ ഒരു വാക്ക് പറഞ്ഞു, അത് പറയാൻ പാടില്ലാത്തായിരുന്നു, അതൊരു ചീത്ത വാക്കായിരുന്നു. Last Tuesday I went over the phone, I told a lie. കഴിഞ്ഞ ചൊവ്വാഴ്ച ടെലിഫോൺ ചെയ്തപ്പോൾ ഞാനൊരു കള്ളം പറഞ്ഞു. For the past 3 days I have not been reading my Bible. കഴിഞ്ഞ 3 ദിവസമായി ഞാൻ വേദപുസ്തകം വായിക്കുന്നില്ല. We know all that. നമുക്കിതെല്ലാം അറിയാം. But the Bible doesn't ask who knows, but who understands or who realizes his errors. വേദപുസ്തകം പറയുന്നത് തന്റെ തെറ്റ് ആർക്ക് അറിയാമെന്നല്ല, ആരാണത് ഗ്രഹിക്കുന്നത് എന്നാണ്. When our heart is hard, we will know when we go wrong, but we won't care because we don't realize. നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുമ്പോൾ നമുക്ക് തെറ്റുപറ്റുന്ന നമുക്കറിയാം, പക്ഷെ നാം അത് ഗ്രഹിക്കുകയില്ല, കാരണം നമ്മുടെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു. Most of the Israelites became like that. ഇസ്രായേൽക്കാർ മുഴുവനും ഏകദേശം ഇങ്ങനെയാണ് ആയിത്തീർന്നത്. God caused them to cleave like a girdle cleaves to a man, but they refused to hear. ഒരു മനുഷ്യന്റെ അരക്കച്ച അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ദൈവം അവരെ തങ്കലേക്ക് പറ്റിമാറാക്കിയെങ്കിലും അവർ കേൾക്കുവാൻ, കേട്ടനുസരിക്കുവാൻ അവർ ശ്രദ്ധിച്ചില്ല. When a point came when God sent his prophets and sent his word to them and said, repent, come back, send them to captivity, but they went more and more sinning against God. ദൈവം അവരെ പ്രവാചകന്മാരെയും അവരുടെ അടുക്കലേക്ക് അയച്ച് ദൈവവചന നിമിത്തമായി തന്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ അവരോട് ആവശ്യപ്പെടുകയും അനുസരിക്കാതിരുന്നപ്പോൾ അടിമത്തത്തിലേക്ക് വിടുകയും ചെയ്തുവെങ്കിൽ തന്നെയും അവർ വീണ്ടും ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയാണ് ചെയ്തത്. We read the key verse in Jeremiah 17. നാം യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിലാണ് കുറിവാക്യം വായിച്ചത്. In the next chapter, അടുത്ത അധ്യായത്തിൽ God takes Jeremiah to a potter. യിരെമ്യാവിനെ ദൈവം ഒരു കുശവന്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലുന്നു. And tells him, go and see what's happening. അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോയി നോക്കുക. And as Jeremiah was watching the potter molding a pot, അവിടെ യിരെമ്യാവ് ചക്രത്തിന്മേൽ ഒരു പാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. The clay was marred in the hands of the potter. It was just about to take shape when it lost its shape once again. ആ കുശവന്റെ കയ്യിൽ ആ കളിമണ്ണ് ചീത്തയായി പോയി. അതൊരു രൂപമായി, ഒരു പാത്രമായി രൂപാന്തരപ്പെടുന്നതിന് പകരം അത് കേടായി പോയി. And what did the potter do? എന്താണ് കുശവൻ ചെയ്തത്? He crushed the clay once again, made it a lump and started molding it once again. ഒരിക്കൽ കൂടി ആ കളിമണ്ണ് കൂട്ടിച്ചേർത്ത് കുഴച്ചെടുത്ത് വീണ്ടും അതിനെ കൊണ്ട് ഒരു പാത്രം ഉണ്ടാക്കുവാൻ തുടങ്ങി. And God tells Jeremiah, അപ്പോൾ ദൈവം യിരെമ്യാവിനോട് പറയുന്നു, go and tell the people of Israel, ഇസ്രായേൽ ജനത്തോട് പോയി പറയുക, just like the potter does, I want to do to you. ആ കുശവൻ ചെയ്തതുപോലെ ഞാനും നിങ്ങളോട് പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. You have done evil against me. നിങ്ങൾ എനിക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. But if you repent of your evil, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെ കുറിച്ച് തിന്മയെ കുറിച്ച് അനുതപിക്കുന്നുവെങ്കിൽ, like this potter, I will take you in my hands once again and mold you. ഈ കുശവനെ പോലെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കരങ്ങളിലെടുത്ത് നിങ്ങളെ രൂപാന്തരപ്പെടുത്തും.
Therefore turn from your evil ways. അതുകൊണ്ട് നിങ്ങളുടെ ദുഷ്ട വഴികളെ വിട്ട് തിരിയുവിൻ. And Jeremiah went and told this to the Israelites. യിരെമ്യാവ് ഇത് ചെന്ന് ഇസ്രായേലിനോട് പറയുന്നു. What did the Israelites say in answer? ഇസ്രായേൽ എന്താണ് മറുപടിയായി പറഞ്ഞത്? Read Jeremiah 18:12. യിരെമ്യാ 18:12. അതിന് അവർ, ഇത് വെറുതെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും, ഞങ്ങളിൽ ഓരോരുത്തരും താന്റെ ദുഷ്ടഹൃദയത്തിലെ ശാഠ്യം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. And they said, there is no hope, but we will walk after our own devices, and we will everyone do the imagination of his evil heart. Who can understand his errors? തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. The Israelites were receiving the word of God through God's prophets, but they refused to understand their errors. They said, no, we will walk after our ways. ഇസ്രായേൽ ജനം പ്രവാചകന്മാരിലൂടെ ദൈവത്തിന്റെ വചനം അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അവർ പറയുകയാണ്, ഇല്ല, ഞങ്ങൾ സ്വന്തം നിരൂപണങ്ങൾ അനുസരിച്ച് നടക്കും. You look at David's heart. നിങ്ങൾ ദാവീദിന്റെ ഹൃദയം നോക്കുക. David was a very sensitive man in the beginning. ദാവീദ് ആരംഭത്തിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. That means it's a small sin also he will understand immediately. അതിന്റെ അർത്ഥം ഒരു ചെറിയ പാപം വന്നാലും തനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. One day when his enemy Saul was asleep, ഒരു ദിവസം തന്റെ ശത്രുവായ ശൗൽ കിടന്നുറങ്ങുമ്പോൾ he had a good chance to go and kill the man. പോയി അവനെ കൊല്ലുവാനുള്ള നല്ലൊരു അവസരം ലഭിച്ചു. But he didn't kill him. താൻ അവനെ കൊന്നില്ല. He took a knife and went and just cut off the corner of his garment and came away. താൻ ഒരു കത്തി എടുത്തിട്ട് തന്റെ വസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചുകൊണ്ട് മടങ്ങി വന്നു. But what happened? എന്ത് സംഭവിച്ചു? The Bible says David's heart smote him and he said, that man, he may be a backslider, but he's God's anointed. How dare I do such a thing? ദാവീദിന്റെ ഹൃദയം കുത്തി തുടങ്ങി എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ മനുഷ്യനൊരു പിന്മാറ്റക്കാരനായിരിക്കാം, പക്ഷെ താൻ ദൈവത്തിന്റെ ഒരു അഭിഷിക്തനാണ്. ഞാൻ എങ്ങനെയാണ് അവനെ തൊടുവാൻ തക്കവണ്ണം ഞാൻ ധൈര്യപ്പെട്ടത്? That small sin convicted him so easily. ആ ചെറിയ ഒരു പാപം തന്നെ കുറ്റം വിധിച്ചു. But after he became king, എന്നാൽ താൻ രാജാവായതിനു ശേഷം he committed adultery. താൻ വ്യഭിചാരം ചെയ്തു. And he wasn't convicted. തനിക്ക് കുറ്റബോധമുണ്ടായില്ല. He was trying to cover his sins by crooked ways. താൻ വക്രത നിറഞ്ഞ വഴികളിലൂടെ തന്റെ പാപത്തെ മറയ്ക്കുവാൻ ശ്രമിച്ചു. Now that lady's husband is in the war. ഇപ്പോൾ ആ സ്ത്രീയുടെ ഭർത്താവ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. If a child is born, he will immediately suspect his wife. താൻ ഒരു കുഞ്ഞ് ജനിക്കുന്നുവെങ്കിൽ ഈ ഭർത്താവ് തീർച്ചയായിട്ടും ആ ഭാര്യയെ സംശയിക്കും. I was not with you at this time 9 months ago. How did this child be born? ഞാൻ ഈ കഴിഞ്ഞ 9 മാസത്തോളം നിന്നോടുകൂടി ഇല്ലായിരുന്നു, പിന്നെ എങ്ങനെ ഈ കുഞ്ഞ് ജനിച്ചു? Then so David said, call that man and make him come home. ദാവീദ് ആ മനുഷ്യനെ വിളിക്കുകയാണ്, വീട്ടിലേക്ക് വാ എന്ന്. But too bad for David, he didn't go inside his house. എന്നാൽ ദാവീദിന്റെ കഷ്ടകാലം താൻ വീട്ടിലേക്കും പോയില്ല. So David made him drink so that as a drunkard he will lose his sense and go inside. ദാവീദ് അതുകൊണ്ട് തനിക്ക് വീഞ്ഞ് കുടിപ്പിക്കുകയാണ്. വീഞ്ഞ് കുടിച്ച് തന്റെ ബോധം നശിച്ചിട്ടെങ്കിലും താൻ വീട്ടിലേക്ക് പോകട്ടെ. Even then he didn't go inside. അപ്പോഴും താൻ വീട്ടിൽ പോകുന്നില്ല. Then David uses his next trick and tells Joab, take this man to the hot spot of the battle and let him die. ദാവീദ് തന്റെ അടുത്ത തന്ത്രം ഉപയോഗിച്ച് യോവാബിനോട് പറയുകയാണ്, ഈ മനുഷ്യനെ യുദ്ധത്തിൽ ഏറ്റവും കഠിനതയുള്ളിടത്ത് നിർത്തുവിൻ, അവൻ മരിക്കട്ടെ. Such a man who cut Saul's garment and his heart pricked him, now is doing so many things: adultery, murder, making a man drink, trying to cover his sins, but he was not convicted. ഒരിക്കൽ ശൗലിന്റെ വസ്ത്രത്തിന്റെ അഗ്രം മുറിച്ചപ്പോൾ തന്നെ ഹൃദയം കുത്തിയതായ മനുഷ്യനാണ്. ഇപ്പോൾ നോക്കുക, വ്യഭിചാരം ചെയ്യുന്നു, ഒരു വ്യക്തിക്ക് വീഞ്ഞ് പകർന്നു കൊടുക്കുന്നു, കൊലപാതകം ചെയ്ത് ഇപ്പോഴൊന്നും തന്റെ മനസാക്ഷി കുത്തുന്നില്ല. Then God sent his prophet. അപ്പോൾ ദൈവം തന്റെ പ്രവാചകനെ അയക്കുന്നു. The prophet told a parable to David. പ്രവാചകൻ ദാവീദിനോട് ഒരു ഉപമ പറയുന്നു. There was a man who had many sheep. ഒരു മനുഷ്യന് പല ആടുകൾ ഉണ്ടായിരുന്നു. And a traveler came to him. ഒരു വഴിയാത്രക്കാരൻ തന്റെ അടുക്കൽ വന്നു. Instead of killing the many sheep he had and cooking it, he took his neighbor's one sheep and killed that and fed the traveler. തനിക്ക് ഉണ്ടായിരുന്ന പല ആടുകളിൽ നിന്ന് ഒന്നിനെ പിടിച്ച് കൊന്നു കൊടുക്കുന്നതിന് പകരമായി തന്റെ അയൽവാസിക്ക് ഉണ്ടായിരുന്ന ഏക ആടിനെ പിടിച്ച് കൊന്ന് കറി വെച്ച് കൊടുക്കുകയാണ്. David got angry. Who is that man? He must die. ദാവീദ് ദേഷ്യപ്പെട്ട് ചോദിക്കുകയാണ്, ആരാണ് ആ മനുഷ്യൻ? അവൻ മരിക്കണം. Thou art that man. പ്രവാചകൻ പറയുന്നു, നീയാണ് ആ മനുഷ്യൻ. That's when David realized, this God is talking to me. അപ്പോഴാണ് ദാവീദ് മനസ്സിലാക്കിയത്, ദൈവം
എന്നോടാണ് സംസാരിക്കുന്നത്. Then he said, yes, I have sinned. താൻ പറയുന്നു, അതെ, ഞാൻ പാപം ചെയ്തു. David was a prophet. ദാവീദ് ഒരു David പ്രവാചകനായിരുന്നു. was a man with a sensitive heart. He understood his errors. ദാവീദ് വളരെ മൃദുലമായ ഒരു ഹൃദയമുള്ള മനുഷ്യനായിരുന്നു. തന്റെ തെറ്റുകൾ താൻ ഗ്രഹിച്ചിരുന്നു. He is the man who wrote this psalm. താനാണ് സങ്കീർത്തനങ്ങൾ എഴുതിയതായ വ്യക്തി. He is the one who asked, who will understand his errors? താനാണ് ചോദിച്ചത്, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. But here is a man, he been a big transgression but didn't understand. എന്നാൽ ഇവിടെ ഈ മനുഷ്യനെ നോക്കുക, ഒരു വലിയ അകൃത്യം ചെയ്തിട്ടും തന്റെ തെറ്റ് മനസ്സിലാകുന്നില്ല. Here is a prophet whose heart got so hard, he needed another prophet to come and correct him. ഇവിടെ ഹൃദയം കഠിനപ്പെട്ട ഒരു പ്രവാചകനുണ്ട്. മറ്റൊരു പ്രവാചകൻ എന്ന് പറയുമ്പോഴാണ് തന്റെ തെറ്റ് തനിക്ക് മനസ്സിലാകുന്നത്. Who can understand his errors? തന്റെ തെറ്റുകൾ ഗ്രഹിക്കുന്നവനാർ. We must see that our heart is always sensitive. നാം നമ്മുടെ ഹൃദയം എപ്പോഴും മൃദുലമായിരിക്കണമെന്ന് നാം മനസ്സിലാക്കണം. Our Easter week fasting is coming. നമ്മുടെ ഈസ്റ്ററിന്റെ ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന വരുന്നുവല്ലോ. It's not enough to just to get up and confess saying I'm not praying properly these days, I'm getting angry, I'm not reading my Bible. That's confession. What we need is a realization, a conviction, a true repentance of our sins. എല്ലാ പ്രാവശ്യത്തെയും പോലെ എഴുന്നേറ്റ് നിന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ബൈബിൾ വായിച്ചിട്ടില്ല, ഇടയ്ക്ക് കോപിക്കുന്നു, പ്രാർത്ഥിക്കുന്നില്ല എന്ന് ഏറ്റു പറയുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ അവസ്ഥയെക്കുറിച്ച്, നമ്മുടെ നിലവാരത്തെക്കുറിച്ച് അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുവാനിടയാകണം. We need a real conviction, a realization of what we are doing against God. നാം ദൈവത്തിന് വിരോധമായിട്ട് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു യഥാർത്ഥ കുറ്റബോധം നമ്മുടെ ഉള്ളിൽ വരണം. Who can understand his errors? ആർക്ക് തന്റെ തെറ്റുകൾ ഗ്രഹിക്കുവാൻ കഴിയും? The more our heart gets hard, the less we will realize what we are doing. It will only be a mental knowledge we are confessing from. The more we go, our heart gets hard, the less we will understand our errors. നമ്മുടെ ഹൃദയം കഠിനപ്പെടുന്ന എത്രയധികം കഠിനപ്പെടുന്നുവോ അത്ര കുറവായിരിക്കും നമ്മുടെ തെറ്റുകൾ നാം ഗ്രഹിക്കുന്നത്. And we will only confess from mental knowledge, not from the pricking of the heart. നമ്മുടെ മനസ്സിന്റെ അറിവിൽ നിന്നായിരിക്കും നാം ഏറ്റു പറയുന്നത്, അല്ലാതെ ഹൃദയത്തിൽ കുത്തുണ്ടായിട്ടായിരിക്കുകയില്ല. On the day of Pentecost, എന്നാൽ പെന്തക്കോസ്ത് ദിവസത്തിൽ, at the end of Peter's sermon, പത്രോസിന്റെ ആ പ്രസംഗത്തിന്റെ അവസാനം, Bible says the people who listened were pricked in their heart. Men and brethren, what shall we do? ആ വേദപുസ്തകം പറയുന്നത്, ആ പ്രസംഗം കേട്ടവർ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് ചോദിക്കുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യണം? Peter didn't just ask them to say, repeat a prayer after me. Peter didn't tell them. പത്രോസ് അവരോട് ഞാൻ പറയുന്ന ഈ പ്രാർത്ഥന ഏറ്റു പറയണമെന്ന് പറഞ്ഞില്ല. Lord Jesus, കർത്താവായ യേശുവേ, please forgive my sins. എന്റെ പാപങ്ങളൊക്കെ ക്ഷമിക്കണമേ. Please accept me. എന്നെ സ്വീകരിക്കണമേ. That's like, you know, in the standard 4, when two boys fight, the teacher will come and say, you say sorry, you say sorry. Okay, don't do this again. അത് 4ാം ക്ലാസ്സിൽ രണ്ട് ആൺകുട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ ടീച്ചർ അവരെ വിളിച്ചു നിർത്തിയിട്ട് നീയും ക്ഷമ പറ എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് പറയിക്കുന്നത് പോലെയാണ്. That's not repentance. അതല്ല മാനസാന്തരം. That's forcing people to say sorry. അത് മറ്റുള്ളവരോട് ക്ഷമ പറയാൻ അവരെ നിർബന്ധിക്കുകയാണ്. But when the word of God from Peter's mouth reached the people, he didn't ask them to say a prayer. They were convicted within themselves. We know we have sinned. Men and brethren, what shall we do? പത്രോസിന്റെ അധരങ്ങളിൽ നിന്നുള്ള ദൈവവചനം അവരെ തൊട്ടപ്പോൾ, അവരുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ, അവർ ക്ഷമ പറയുവാൻ വേണ്ടി അവരെ ആരും പ്രേരിപ്പിച്ചില്ല. അവരുടെ ഹൃദയത്തെ കുത്തുകൊണ്ടിട്ട് അവർ ചോദിക്കുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യണം? So in these days of fasting, let us pray that we all get such a repentance, a true understanding of where we stand. ഈ ഉപവാസത്തിന്റെ ദിവസങ്ങളിൽ നാം യഥാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് നമ്മുടെ അവസ്ഥ എന്താണെന്ന്, നാം എവിടെ നിൽക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കണം. The third word that we see in this question, ആ ചോദ്യത്തിലുള്ള മൂന്നാമത്തെ വാക്ക് is the word his. അവന്റെ, തന്റെ എന്നുള്ളതാണ്. That means who can understand his own errors? ആർക്ക് അവന്റെ തന്നെ തെറ്റുകൾ ഗ്രഹിക്കുവാൻ കഴിയും? What is the meaning of that? അതിന്റെ അർത്ഥം എന്താണ്? We are all very good at finding other people's faults. നാം മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ നല്ല മിടുക്കരാണ്. We know, we can see very clearly when someone else sins. മറ്റൊരാൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ, പാപം ചെയ്താൽ പെട്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. One day I was standing in a bus stand. ഒരു ദിവസം ഞാൻ ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. And it was evening, about 6 o'clock. അത് ഏകദേശം വൈകുന്നേരം 6 മണിയായി. And there was a man standing about 10 feet away. ഒരു മനുഷ്യൻ ഏകദേശം 10 അടി ദൂരത്ത് നിൽക്കുന്നു. And he was also waiting for the bus. താനും ബസ്സിന് കാത്തു നിൽക്കുകയാണ്. And on his head there were so many mosquitoes. തന്റെ തലയ്ക്ക് ചുറ്റും പല കൊതുകുകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്നു. And the man next to him, there on his head there were so many mosquitoes. തന്റെ അടുത്ത് നിൽക്കുന്ന മനുഷ്യന്റെ തലയ്ക്ക് ചുറ്റും പല കൊതുകുകൾ ഇങ്ങനെ പറക്കുന്നുണ്ടായിരുന്നു. I was watching the mosquitoes and watching the people and laughing. ഞാൻ
ആ കൊതുകുകളെയും ആ മനുഷ്യരെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. They're all standing in the bus stand and so many mosquitoes flying over their head and they don't realize it. അവരെല്ലാവരും ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് അവരുടെ തലയ്ക്ക് ചുറ്റും കൊതുക് പറന്നുകൊണ്ടിരിക്കുകയാണ്. അവരത് മനസ്സിലാക്കുന്നില്ല. They don't know. അവർക്കത് അറിയില്ല. And suddenly I realized, പെട്ടെന്ന് ഞാൻ മനസ്സിലാക്കി, my head is also in the bus stand. എന്റെ തലയും ബസ് സ്റ്റാൻഡിൽ തന്നെ ആണല്ലോ. When I looked up, there were mosquitoes on my head and I didn't realize it myself. ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ എന്റെ തലയ്ക്ക് ചുറ്റും കൊതുക് പറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും അത് ഗ്രഹിച്ചിരുന്നില്ല. I was laughing at everyone without realizing that there were mosquitoes on my head. എന്റെ തലയ്ക്ക് മുകളിൽ കൊതുക് പറക്കുന്നതെന്ന് അറിയാതെ ഞാൻ മറ്റുള്ളവരെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. Who can understand his own errors? We are very good experts at understanding other people's errors. തന്റെ തെറ്റുകൾ ഗ്രഹിക്കുന്നവൻ ആരാണ്? നമുക്ക് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് വെളിയിൽ വരുത്തുവാൻ നമുക്ക് നല്ല കഴിവാണ്. If you turn to Matthew chapter 7, Jesus in the Sermon on the Mount is giving certain instructions based on this. നാം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ പർവ്വതത്തിലുള്ള പ്രസംഗത്തിൽ വെച്ച് യേശു ഇതിനെക്കുറിച്ച് ചില നിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. We humans are very good critics of others. മനുഷ്യരായ നാം മറ്റുള്ളവരുടെ നല്ല വിമർശകരാണ്. That's why Jesus starts saying, "Judge not that ye be not judged." അതുകൊണ്ടാണ് യേശു പറഞ്ഞു തുടങ്ങുന്നത്, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങളും വിധിക്കരുത്. With what standard you judge others, you will be judged. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുന്ന അതേ വിധിയാൽ നിങ്ങളും വിധിക്കപ്പെടും. What you see in another person's eye is nothing but a mote, but what you see in your own, what is in your own eye is a beam. നീ മറ്റൊരു മനുഷ്യന്റെ കണ്ണിൽ കാണുന്നത് ഒരു ചെറിയ കരടാണ്, എന്നാൽ നിന്റെ കണ്ണിൽ തന്നെ ഇരിക്കുന്ന വലിയൊരു കോലാണ്. But what do you feel? എന്നാൽ നിനക്ക് എന്താണ് തോന്നുന്നത്? What is in your eye is a mote and what is in your brother's eye is a beam. നിന്റെ കണ്ണിലിരിക്കുന്നത് ഒരു കരടാണെന്നും നിന്റെ സഹോദരന്റെ കണ്ണിലിരിക്കുന്ന ഒരു കോലാണെന്നും തോന്നുന്നു. Now read verse 5. 5-ാം വാക്യം വായിക്കാം. കപടഭക്തിക്കാരാ, മുൻപേ സ്വന്തം കണ്ണിൽ നിന്ന് കോൽ എടുത്തു കളക, പിന്നെ സഹോദരന്റെ കണ്ണിൽ നിന്ന് കരട് എടുത്തു കളവാൻ വെടിപ്പായി കാണും. Thou hypocrite, first cast out of the beam out of thine own eye, and then shalt thou see clearly to cast out the mote out of thy brother's eye. What does this verse mean? ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ്? First remove the beam that is in your own eye. നിന്റെ തന്നെ കണ്ണിലുള്ള കോൽ നീക്കിക്കളയുക. This is called personal sanctification. ഇത് വ്യക്തിപരമായ ശുദ്ധീകരണം. So Jesus is saying, unless you personally sanctify yourself, you are going to misjudge others. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ തെറ്റായി വിധിക്കുവാൻ പോകുന്നു എന്നാണ് യേശു പറഞ്ഞത്. Only when you first set your life right will you see clearly to set other people right. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ശരിയായ പാതയിലാക്കുമ്പോൾ മാത്രമേ മറ്റുള്ളവരുടെ ജീവിതത്തെ നിങ്ങൾക്ക് ശരിയായ വിധത്തിൽ കാണുവാൻ കഴിയുകയുള്ളൂ. Let us first realize our own errors. അതുകൊണ്ട് നമുക്ക് ആദ്യം നമ്മുടെ തന്നെ തെറ്റുകൾ ഗ്രഹിക്കാം. Sometimes when we are sitting in meetings, ചിലപ്പോഴൊക്കെ നാം മീറ്റിംഗിനൊക്കെ ഇരിക്കുമ്പോൾ and the pastor who's preaching mentions a particular point, സാധാരണ പാസ്റ്റർ ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം പരാമർശിക്കുമ്പോൾ immediately we'll turn around and look at some people, isn't it? നാം പെട്ടെന്ന് തിരിഞ്ഞ് മറ്റു ചിലരെയൊക്കെ നോക്കും, അല്ലേ? Why? എന്തുകൊണ്ട്? Are they listening? അവർ കേൾക്കുന്നുണ്ടോ? Because that point is for them, you know. Maybe your husband or wife or child or whoever it is. ആ പോയിന്റ് അവർക്ക് വേണ്ടിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ അല്ലെ മക്കളോ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ. Let them see. God is speaking. Listen carefully. അവർ കേൾക്കട്ടെ, ദൈവം സംസാരിക്കുകയാണ്, അവർ കേൾക്കട്ടെ. When it hits us, അത് നമ്മെ തൊടുമ്പോൾ, this brother is deliberately talking about me. ഈ സഹോദരൻ മനഃപൂർവ്വമായിട്ട് എന്നെ കുത്തി പ്രസംഗിക്കുകയാണ്. Somebody must have told him. ആരെങ്കിലും തന്നോട് പറഞ്ഞിട്ടുണ്ട്. So that's, see, when it comes to us, we don't say God is speaking. Somebody has told and they are pricking. But when it comes to someone else, we immediately see God is speaking. Listen carefully. അത് നമ്മുടെ നേരെ വരുമ്പോൾ നമ്മൾ പറയും അത് ദൈവം സംസാരിച്ചെന്ന് പറയില്ല, ആരോ പറഞ്ഞു കൊടുത്താണെന്ന് പറയും. എന്നാൽ വേറൊരാളെ അത് തൊടുമ്പോൾ നമ്മൾ പറയും കേൾക്ക്, നല്ലപോലെ കേൾക്ക്, ദൈവം സംസാരിക്കുന്നു. So this is how we have to realize who will understand his own errors. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് തന്റെ തെറ്റുകൾ ഗ്രഹിക്കുന്നവനാർ. Once when a woman came caught red-handed in adultery, ഒരിക്കൽ ഒരു സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ പിടിച്ചുകൊണ്ടുവന്നു. and they said, Jesus, you preach forgiveness, now tell me, the law says she should be stoned, what should we do? അവർ യേശുവിനോട് ചോദിച്ചു, യേശുവേ, നീ പാപക്ഷമയെ കുറിച്ചൊക്കെയാണല്ലോ പ്രസംഗിക്കുന്നത്, എന്നാൽ ന്യായപ്രമാണം പറയുന്നത് ഇവളെ കല്ലെറിയണമെന്നാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം? Okay, you stone her. നിങ്ങൾ അവരെ കല്ലെറിഞ്ഞു. But he who has never sinned in his lifetime, you take the first stone. ജീവിതത്തിൽ ഇതുവരെ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെടുത്ത് അവളെ എറിയട്ടെ.
and they all went away. അവരെല്ലാവരും വിട്ടുപോയി. We are no different than all of them. നാം അവരെക്കാൾ ഒട്ടും വ്യത്യസ്തർ അല്ല. We are all with the same kind of people. We are all human beings. We all behave the same way. നാമും അതുപോലെ തന്നെയുള്ള മനുഷ്യരാണ്. നാം എല്ലാം മനുഷ്യരാണ്, അതുപോലൊക്കെ തന്നെ ജീവിക്കുന്നവരുമാണ്. Sometimes we also take up stones to throw at others. ചിലപ്പോൾ നാം മറ്റുള്ളവരെ എറിയേണ്ടതിന് കല്ലുകൾ എടുക്കാറുണ്ട്. We forget that we have big sins in us. We have big beams in our eyes. നമുക്ക് വലിയ പാപങ്ങളുണ്ടെന്ന്, നമ്മുടെ കണ്ണുകൾ വലിയ കോലുകൾ ഇരിപ്പുണ്ട് എന്നുള്ളത് നാം മറന്നു പോകുന്നു. We forget that Jesus said, you take stones to throw at others, you will be judged with the same judgment, and I will take stones to throw you at one day. നിങ്ങൾ മറ്റുള്ളവരെ എറിയേണ്ടതിന് കല്ലുകൾ എടുത്താൽ അതേ വിധി കൊണ്ട് നിങ്ങളെ വിധിക്കുമെന്നും ഞാൻ ഒരു നാൾ കല്ലെടുത്ത് നിങ്ങളെ എറിയുമെന്നും യേശു പറഞ്ഞത് നാം മറന്നു പോകുന്നു. Be merciful, then you will have mercy. നിങ്ങൾ കരുണയുള്ളവരായിരിക്കുമെന്നാൽ നിങ്ങൾക്കും കരുണ ലഭിക്കും. When you commit a sin, be hard on yourself, then you will have mercy. നിങ്ങൾ ഒരു പാപം ചെയ്യുമ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ സമയത്ത് നിങ്ങൾക്ക് കരുണ ലഭിക്കുവാനിടയാകും. So when we commit sin, immediately God is gracious and merciful and forgiven. Lord, forgive me. When someone else does the same thing, we'll take the law, the knife, and something must be done. നാം പാപം ചെയ്യുമ്പോൾ അത് ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കും, ദൈവം കരുണയുള്ളവനാണ്, മനസ്സല്യമുള്ളവനാണ്. എന്നാൽ മറ്റൊരു വ്യക്തി അതേ പാപം ചെയ്യുന്നത് കാണുമ്പോൾ നാം ഉടനെ ന്യായപ്രമാണമാകുന്ന കത്തിയെടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തേ തീരൂ എന്ന് പറയുന്നു. We call that zeal for holiness. We don't realize that's self-righteousness and filthy rags. നാം അതിനെ വിളിക്കുന്നത് വിശുദ്ധിക്ക് വേണ്ടിയുള്ള തീഷ്ണത എന്നാണ്. പക്ഷേ അത് സ്വയം നീതീകരണവും കപടഭക്തിയാണ് നാം മനസ്സിലാക്കുന്നില്ല. Who shall understand his own errors? തന്റെ തെറ്റുകൾ ഗ്രഹിക്കുന്നവനാർ. The next word, അടുത്ത വാക്ക്, the word error. തെറ്റുകൾ എന്നുള്ളതാണ്. The word error means small mistakes. തെറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ തെറ്റിപ്പോകുന്നതാണ്. Our heart must reach a state where we learn to recognize small mistakes. ചെറിയ ചെറിയ കുറ്റങ്ങൾ, തെറ്റുകൾ പോലും നാം മനസ്സിലാക്കുന്ന, ഗ്രഹിക്കുന്ന വിധത്തിൽ നമ്മുടെ ഹൃദയം എത്തിപ്പെടണം. In various places in the city there is what is called a weighbridges where lorries will come and stand on them so that you can know how much load is there in the lorry. പട്ടണങ്ങളിലും മറ്റു പലയിടത്തുമൊക്കെ വെയ് ബ്രിഡ്ജുകൾ ഉണ്ട്. അതായത് ലോറികളൊക്കെ വന്ന് അവിടെ കയറി അതിന്റെ ഭാരം നോക്കും. So when the lorry stands on the weighbridge, അതിന്റെ weighbridge കയറി ലോറി നിൽക്കുമ്പോൾ immediately the needle will move to show how much is there, how much is the weight is. അതിന്റെ ഭാരം എത്രയെന്ന് കാണിക്കേണ്ടതിന് അതിന്റെ സൂചി അനങ്ങുവാൻ തുടങ്ങും. But when you go and stand on the weighbridge, എന്നാൽ നിങ്ങൾ പോയി ആ weighbridge കയറി നിന്നാൽ it will show zero only. അത് സീറോ തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. Because it's not made to measure small weights but big weights. എന്തുകൊണ്ടെന്നാൽ അത് ചെറിയ ഭാരം തൂക്കേണ്ടതിനല്ല അത് നിർമ്മിച്ചിരിക്കുന്നത്, വലിയ ഭാരം തൂക്കേണ്ടതിനാണ്. But if you go to the science lab, there is what is called a physical balance. എന്നാൽ സയൻസ് ലാബിലേക്ക് ചെന്നാൽ അവിടെ ചെറിയൊരു ത്രാസ് ഉണ്ട്. You place a small piece of steel that weighs 10 milligrams, immediately the reading will show the difference. നിങ്ങൾ ഒരുപക്ഷെ ഒരു 10 മില്ലിഗ്രാം മാത്രമുള്ള ഒരു കഷ്ണം അതിൽ വെച്ചാലും ഉടനെ അതിന്റെ സൂചി അതിന്റെ ഒരു വ്യതിയാനം കാണിക്കും. So the physical balance is more sensitive than the weighbridge. ആ ചെറിയ ത്രാസ് ആ weighbridgeനേക്കാൾ വളരെ സെൻസിറ്റീവ് ആണ്. Our heart should be like the physical balance to understand small changes, small mistakes, it should convict us. നമ്മുടെ ഹൃദയവും അതുപോലെ ആ ത്രാസ് പോലെ ചെറിയ കുറ്റങ്ങൾ, ചെറിയ തെറ്റുകൾ പോലും ഗ്രഹിക്കുന്ന വിധത്തിൽ അത് സെൻസിറ്റീവ് ആയിരിക്കണം. So as we grow in our spiritual life, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം വളരുമ്പോൾ our growth in holiness, one sign of our growth in holiness is our increasing in sensitivity to small sins. നമ്മുടെ വിശുദ്ധിയിൽ നാം വളരുന്നു എന്നുള്ളതിന്റെ അതിന്റെ ഒരു പ്രത്യക്ഷമായ ലക്ഷണം ചെറിയ ചെറിയ തെറ്റുകൾ പോലും ഗ്രഹിക്കുന്നതിൽ നമ്മുടെ ഹൃദയം കാണിക്കുന്ന വ്യഗ്രതയാണ്. If you take St. Paul's life, നിങ്ങൾ നാം വിശുദ്ധ പൗലോസിന്റെ ജീവിതം എടുത്താൽ, he makes a confession in 1 Corinthians chapter 15 and verse 10. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ താൻ ഒരു ഏറ്റുപറച്ചിൽ നടത്തുന്നുണ്ട്. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. But by the grace of God I am what I am, and his grace which was bestowed upon me was not in vain. So he says, by the grace of God I am what I am. ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു. After some time, അല്പസമയത്തിന് ശേഷം, when he wrote his letter to the Ephesians, താൻ എഫേസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ he says something that makes him look worse than before.
ഇതിനേക്കാൾ അല്പം കൂടി മോശമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. In 1 Corinthians he says, I am something, but I am that something because of the grace of God. താൻ കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് ഞാൻ എന്തോ ആകുന്നു, എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു. But if you turn to Ephesians 3:8, എന്നാൽ എഫേസ്യർ 3-ാം വാക്യത്തിൽ read that verse please. ആ വാക്യം വായിക്കും. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും Unto me, whom I am less than the least of all saints, is this grace given that I should preach among the Gentiles the unsearchable riches of Christ. So in the first statement to the Corinthians he says, I am something, but now he says, no, I'm less than the least of all saints. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ ഞാൻ ആകുന്നു എന്ന് താൻ പറയുന്നു. പക്ഷെ ഇവിടെ താൻ പറയുകയാണ് സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനാകുന്നു എന്ന്. He seems to be humbling himself and going low even more. അതായത് തന്നെ താഴ്ത്തി വീണ്ടും താഴേക്ക് പോകുന്നതിനെ കാണിക്കുന്നു. But a little later when he writes to Timothy, അതിനല്പം ശേഷം താൻ തിമോത്തിയോസിന് എഴുതുമ്പോൾ, read 1 Timothy 1:15. 1 തിമോത്തിയോസ് 1:15 വായിക്കാം. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. This is a faithful saying and worthy of all acceptation that Christ Jesus came into the world to save sinners, of whom I am chief. He didn't say of whom I was chief. He says of whom I am chief. ഞാൻ ആ പാപികളിൽ ഒന്നാമൻ ആയിരുന്നു എന്ന് താൻ പറയുന്നില്ല, ആ പാപികളിൽ ഞാൻ ഒന്നാമൻ എന്ന് താൻ പറയുന്നു. So first he says I am, then he says I'm the least, now he says I'm the chiefest sinner. താൻ ആദ്യം പറയുന്നത് ഞാൻ ആകുന്നു എന്ന്, അതിനുശേഷം താൻ പറയുന്നു ഞാൻ സകല വിശുദ്ധന്മാരിലും ചെറിയവനെന്ന്, ഇപ്പോൾ താൻ പറയുകയാണ് ഞാൻ ആ പാപികളിൽ ഒന്നാമൻ. Why? എന്തുകൊണ്ട്? This is not backsliding. ഇത് പിന്മാറ്റമല്ല, This is increase in sensitivity. അത് താൻ ആ സെൻസിറ്റിവിറ്റിയിൽ താൻ അത് വളർന്നു വരികയാണ്. That means small sins now are pricking him like big sins, and because of that he realized how unworthy he is before that holy God. ഇപ്പോൾ ചെറിയ പാപങ്ങൾ പോലും തന്നെ വലിയ പാപം പോലെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് താൻ എത്ര അയോഗ്യനെന്ന് തനിക്ക് മനസ്സിലാവുകയാണ്. Who can understand his errors? തന്റെ തെറ്റുകൾ ഗ്രഹിക്കുന്നവനാർ. That's why we have to be very careful in keeping our heart. അതുകൊണ്ടാണ് നമ്മുടെ ഹൃദയത്തെ സൂക്ഷിക്കുന്നതിൽ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടത്. One danger of our heart these days, നമ്മുടെ ഹൃദയത്തിന്റെ ഈ ദിവസങ്ങളിലുള്ള ഒരു അപകടം, as days pass, ദിവസങ്ങൾ കഴിയും തോറും our hearts will either get frozen in godliness or it will get frozen in evil and iniquity. നാളുകൾ കഴിഞ്ഞു പോകും തോറും ഒന്നെങ്കിൽ ദൈവികത്വത്തിൽ നമ്മുടെ ഹൃദയം മരവിച്ചു പോകും, അല്ലെങ്കിൽ അകൃത്യത്തിൽ നമ്മുടെ ഹൃദയം മരവിച്ചു പോകും. Either we will become a pillar in the house of a God, immovable, and our character will become godlike, or we will become incorrigible. We cannot be corrected at all and we will be hellbound. ഒന്നെങ്കിൽ നാം ദൈവത്തിന്റെ ആലയത്തില് അനക്കുവാൻ കഴിയാത്ത ഒരു തൂണ് പോലെ നിൽക്കും, അല്ലെങ്കിൽ മറ്റൊരു വിധത്തില് നാം ഒരിക്കലും തിരുത്തപ്പെടുവാൻ കഴിയാത്തവരായിട്ട് തീരുകയും ചെയ്യും. In Hebrews chapter 8 and verse 10 and verse 10 chapter 10 and verse 16, എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ, and in chapter 8 verse 10, 8-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലും we see how the Holy Spirit writes his laws in our hearts and minds. പരിശുദ്ധാത്മാവ് എപ്രകാരം ന്യായപ്രമാണം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും എഴുതുന്നു എന്നുള്ളത് നാം കാണുന്നു. What does that mean? എന്താണ് അതിന്റെ അർത്ഥം? The Holy Spirit writing his laws in our hearts and in our minds means പരിശുദ്ധാത്മാവ് ന്യായപ്രമാണം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും എഴുതുന്നു എന്നുള്ളതിന്റെ അർത്ഥം, what comes out of our heart and out of our mind, our thoughts, our actions, our desires, our emotions, our deeds will all be in conformity with God's laws. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ ധ്യാനങ്ങളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും അതെല്ലാം ദൈവത്തോട് ബന്ധപ്പെട്ടല്ല ചേർന്നിരിക്കുന്നതായിരിക്കും. There was a time when we were like wild animals, uncontrollable. ഒരു കാലത്ത് നിയന്ത്രിക്കുവാൻ കഴിയാത്ത വന്യമൃഗങ്ങളെ പോലെ നാം ആയിരുന്നു. But when the Holy Spirit came into our lives, എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ, we surrendered to him and allowed him to take control of our lives, നാം നമ്മെ തന്നെ അവനെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ അവനെ അനുവദിച്ചപ്പോൾ, he started writing his laws in our hearts and minds, അവന്റെ ന്യായപ്രമാണം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും അവൻ എഴുതുവാൻ ആരംഭിച്ചു. and his character became our character. അവന്റെ സ്വഭാവം നമ്മുടെ സ്വഭാവമായി തീർന്നു. Our behavior started changing. നമ്മുടെ സ്വഭാവം മാറുവാൻ തുടങ്ങി. Our lifestyle, our
culture and our upbringing all started changing, became remolded according to God's character. നമ്മുടെ ജീവിത നിലവാരവും നമ്മുടെ സംസ്കാരവും നമ്മുടെ വളർച്ചയും എല്ലാം ദൈവത്തിന്റെ സ്വഭാവത്തിനനുസരിച്ച് രൂപാന്തരപ്പെടുവാൻ തുടങ്ങി. That's why the Holy Spirit has come into our life. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. So that he might be the master of our lives. നമ്മുടെ ജീവിതത്തിന്റെ യജമാനനായിരിക്കേണ്ടതിനു വേണ്ടി. So that he might take full control and we might yield every part of our being to him. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണം അവൻ ഏറ്റെടുക്കുവാനും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗങ്ങളും നാം അവനെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിനു വേണ്ടി. One man described the experience of the anointing like this. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെക്കുറിച്ചുള്ള അനുഭവം ഒരു മനുഷ്യൻ ഇപ്രകാരമാണ് വിശദീകരിച്ചത്. He was comparing the anointing with the steam engine. താൻ അഭിഷേകത്തെ ഒരു ആവി യന്ത്രത്തോട് താരതമ്യപ്പെടുത്തുകയായിരുന്നു. In the ancient days we had these steam engines that would pull trains. പഴയ കാലത്ത് തീവണ്ടികൾ അതിനെ ഓടിക്കേണ്ടതിന് ആവി യന്ത്രങ്ങൾ നമുക്കുണ്ടായിരുന്നു. When the fire that burns heats the water and creates water vapor or steam. തീ കത്തുമ്പോൾ അത് വെള്ളം തിളച്ച് അതിൽ നിന്ന് നീരാവി ഉണ്ടാകുന്നു. The steam enters into two pipes. നീരാവി രണ്ട് പൈപ്പുകളിലേക്ക് കടക്കുന്നു. One pipe it helps to blow the whistle. So when a lever is pulled, the steam enters through that pipe and it blows the whistle that can be heard 1 kilometer away. ഒരു പൈപ്പിൽ ഒരു കുഴലിൽ കൂടി പോകുന്നത് അതൊരു വിസിലിൽ കൂടി കടന്നിട്ട് ഒരു ചൂളമടിക്കുന്ന പോലുള്ള സൗണ്ട് ഒരു ലിവർ വലിക്കുമ്പോൾ അതൊരു കുഴലിൽ കൂടി പോയി ഒരു വിസിലടിക്കുന്ന ഒരു സൗണ്ട് കേൾക്കും. ഏകദേശം 1 കിലോമീറ്ററോളം ദൂരത്തിൽ അത് കേൾക്കാം. When another lever is pulled, the same steam will go through another pipe and enter into the pistons of the wheels and the engine starts moving. മറ്റൊരു ലിവർ ഒരു കമ്പി വലിക്കുമ്പോൾ ഇതേ നീരാവി വേറൊരു കുഴലിൽ കൂടി പോയി വീലിലേക്ക് ചക്രങ്ങളിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ആ പിസ്റ്റണുകൾ അതിനെ തിരിക്കുവാൻ തുടങ്ങും. So that man of God was saying our anointing is like this in these two ways. ദൈവപുരുഷൻ ഇപ്രകാരമാണ് പറഞ്ഞത്. നമ്മുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ഇപ്രകാരമാണ്. Sometimes we make so much noise it can be heard 1 kilometer away, but the engine will still be there, no work is done. ചിലപ്പോൾ നാം വളരെ ശബ്ദമുണ്ടാക്കും, ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിൽ കേൾക്കാം, പക്ഷേ ആ യന്ത്രം അവിടെ അനങ്ങാതിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. But we need the real anointing which gets into the wheels and moves the pistons and make us move forward. എന്നാൽ നമുക്ക് വേണ്ടത് ഒരു യഥാർത്ഥ അഭിഷേകമാണ്. അത് ആ വീലുകൾ അതിന്റെ ചക്രങ്ങളിലേക്കും അതിന്റെ പിസ്റ്റണിലേക്ക് ചെന്ന് അതിനെ ചലിപ്പിക്കുന്ന വിധത്തിൽ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നു. An anointing that gets into our lives, that gets into our emotions, that gets into our decisions and makes us move closer and closer to God. ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ച് നമ്മുടെ വികാരങ്ങളിലേക്ക് പ്രവേശിച്ച് നമ്മുടെ തീരുമാനങ്ങളിലേക്ക് പ്രവേശിച്ച് നമ്മെ ദൈവത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. An anointing that can work inside and transform our character and make us Christ-like. നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ച് നമ്മെ രൂപാന്തരപ്പെടുത്തി ക്രിസ്തുവിനെ പോലെ ആക്കി തീർക്കുന്ന ഒരു അഭിഷേകം. So that we can be molded in the character of God and frozen in the character of God. അങ്ങനെ നാം ദൈവത്തിന്റെ സ്വഭാവത്തിൽ നാം ഉരുവാക്കപ്പെടുകയും ദൈവത്തിന്റെ സ്വഭാവത്തിൽ നാം മരവിപ്പിക്കപ്പെട്ടു പോകുന്ന അനുഭവവും. Come back to Jeremiah chapter 17. നാം യിരെമ്യാ പ്രവചനം 17-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരുമ്പോൾ and you read the first verse. 1-ാമത്തെ വാക്യം വായിക്കാം. യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രത്തിന്റെ മുന കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. അത് അവരുടെ ഹൃദയത്തിന്റെ പലകയിലും നിങ്ങളുടെ ബലിപീഠത്തിന്റെ കൊമ്പുകളിലും കൊത്തിയിരിക്കുന്നു. The sin of Judah is written with a pen of iron and with the point of a diamond. It is graven upon the table of their heart and upon the horns of your altars. What is the meaning of this verse? എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? A pen made of iron. ഇരുമ്പ് കൊണ്ടുള്ള ഒരു എഴുത്താണി. And the tip of that pen is a diamond. അതിന്റെ മുന വജ്രം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നു. A diamond can cut through hard surfaces. ഒരു വജ്രത്തിന് ഏറ്റവും കാഠിന്യമേറിയ വസ്തുക്കളെ മുറിക്കുവാൻ കഴിയും. And this verse says the sin of Judah is inscribed and engraved in your hard hearts with the point of a diamond. യഹൂദയുടെ പാപം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു വജ്രത്തിന്റെ മുന കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നു. It means it's something that is indelible. It cannot be erased. അതിനർത്ഥം അത് ഒരിക്കലും മായ്ക്കുവാൻ കഴിയാത്തതാണ് എന്നാണ്. God is trying to show Judah how just like the Holy Spirit writes the law of God in our heart and we get God's character, the sin of Judah is engraved in their hearts
and they are fixed and frozen in evil. No one can correct them after this. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്ന് ദൈവത്തിന്റെ ന്യായപ്രമാണം നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതുന്നത് പോലെ യഹൂദയുടെ പാപം അവരുടെ ഹൃദയങ്ങളിൽ ഒരു വിധത്തിലും മായ്ക്കപ്പെടുവാൻ കഴിയാത്ത വിധത്തിൽ എഴുതപ്പെട്ടു വെച്ചിരിക്കുന്നതിനെ ദൈവം ഇവിടെ കാണിക്കുകയാണ്. In the Old Testament we know of incidents where some men went and took hold of the horns of the altar begging for mercy. നാം പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ പലരും യാഗപീഠത്തിന്റെ കൊമ്പുകളെ പിടിച്ച് ദയയ്ക്ക് വേണ്ടി യാചിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. But God is telling the children of Judah, you try to go and hold the horns of the altar for mercy. Your sins have been written there with a pen of iron and the tip of a diamond, so that even there your sins are speaking against you. You will not have mercy. നിങ്ങൾ കരുണ ലഭിക്കേണ്ടതിന് യാഗപീഠത്തിന്റെ കൊമ്പുകളിൽ പോയി പിടിച്ചാലും അവിടെ നിങ്ങളുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും അതുപോലെ വജ്രം കൊണ്ടും എഴുതി വെച്ചിരിക്കുന്നു. അതൊരിക്കലും മായ്ച്ചു കളയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവിടെയും നിങ്ങൾക്ക് കരുണ ലഭിക്കുകയില്ല. Your hearts are frozen in evil. നിങ്ങളുടെ ഹൃദയം തിന്മയിൽ അത് മരവിച്ചിരിക്കുന്നു. There is no point speaking and pleading to you after this. അതിനുശേഷമല്ല, അതുകൊണ്ട് നിങ്ങളോട് പറയുന്നതിൽ നിങ്ങളോട് വാദിക്കുന്നതിൽ അർത്ഥമില്ല. I want to repeat what I said a little while ago. ഞാൻ അല്പം മുമ്പ് പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. As we grow in our spiritual life, നമ്മുടെ ആത്മീക ജീവിതത്തിൽ നാം വളരുമ്പോൾ, as we become more and more senior as Pentecostals, നാം പെന്തക്കോസ്തിൽ അതിൽ മുതിർന്നു വരുമ്പോൾ അല്ല സീനിയർ ആയി തീരുമ്പോൾ, either our hearts will get frozen in godliness or it will get frozen in evil. നമ്മുടെ ഹൃദയം ഒന്നെങ്കിൽ ദൈവീകത്വത്തിൽ മരവിച്ചു പോകും, അല്ലെങ്കിൽ തിന്മയിൽ അകൃത്യത്തിൽ അത് മരവിച്ചു പോകും. If it is frozen in godliness, nobody needs to tell us. We will be like pillars. Forgiveness and love and holiness and humility will spontaneously spring up from within us. നാം ദൈവീകത്വത്തിലാണ് നമ്മുടെ ഹൃദയം മരവിച്ചിരിക്കുന്നതെങ്കിൽ നാം തൂണുകൾ പോലെ ആയിരിക്കും. അതിൽ നിന്ന് അറിയാതെ തന്നെ ദയയും കരുണയും മനസ്സലിവും വിശുദ്ധിയും താഴ്മയും എല്ലാം അത് പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കും. We don't have to try to forgive. Forgiveness will come in by itself. ക്ഷമിക്കുവാൻ നാം ശ്രമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറിയാതെ നാം ക്ഷമിച്ചു പോകും. We don't have to struggle to be holy. Holiness is there in the heart. It will show itself. വിശുദ്ധരായിരിക്കുവാൻ വേണ്ടി വലിയ കഷ്ടപ്പാട് അനുഭവിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൽ തന്നെ വിശുദ്ധി ഉണ്ടായിരിക്കും. On the other side, മറുഭാഗത്ത്, if our heart gets frozen in evil, നമ്മുടെ ഹൃദയം തിന്മയിൽ മരവിച്ചു പോയാൽ, like the Israelites when they were bombarded with words of warning and destruction by the prophets, പ്രവാചകന്മാർ ഇസ്രായേലിന് വിരോധമായി അവർ തകർക്കപ്പെടുന്നതിന്റെ അവർ ഇല്ലാതെയാക്കപ്പെടുന്നതിന്റെ വാക്കുകൾ അവരുടെ നേരെ പറഞ്ഞപ്പോൾ, they will slightly get moved and after some time they will be back to evil once again. അവർക്ക് ചെറിയൊരു മാറ്റം വരും. വീണ്ടും അവർ പഴയതുപോലെ തിന്മകളിലേക്ക് മടങ്ങി വരും. Shall we close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. What is the state of our heart these days? ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരം എങ്ങനെയാണ്? How is it getting frozen? നമ്മുടെ ഹൃദയം എങ്ങനെയാണ് മരവിക്കുന്നത്? Is it getting frozen in evil? Now nobody can correct you. അത് തിന്മയിലാണ് മരവിക്കുന്നതെങ്കിൽ ആർക്കും നിങ്ങളെ തിരുത്തുവാൻ കഴിയുകയില്ല. No one, if anyone tries to touch you, you will explode. ആരെങ്കിലും നിങ്ങളെ ഒന്ന് തൊടുവാൻ ശ്രമിച്ചാൽ നിങ്ങൾ പൊട്ടിത്തെറിക്കും. If anyone tries to touch you, you have your self justification and you have your reasons, you have your excuses. ആരെങ്കിലും നിങ്ങളൊന്ന് തൊടുവാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ സ്വയം നീതീകരണവും നിങ്ങളുടെ ന്യായീകരണവും കാരണങ്ങളും ഒക്കെ നിങ്ങൾ നിരത്തും. On the other hand, മറുഭാഗത്ത്, if you have a broken heart, നിങ്ങൾക്ക് തകർന്ന ഹൃദയമുണ്ടെങ്കിൽ, and God can rewrite his laws in your heart, ദൈവത്തിന് തന്റെ പ്രമാണങ്ങൾ നിന്റെ ഹൃദയത്തിൽ വീണ്ടും എഴുതുവാൻ കഴിയും. the Holy Spirit can take that lump of clay and mold it once again according to his mind. പരിശുദ്ധാത്മാവിന് വീണ്ടും ആ കളിമണ്ണെടുത്ത് അവന്റെ ഇഷ്ടപ്രകാരം ഒരു രൂപം നൽകുവാൻ കഴിയും. That's why the Bible says 3 times in the same chapter, while it is called today, harden not your hearts, that today hearken to his voice. അതുകൊണ്ടാണ് ഒരേ അധ്യായത്തിൽ തന്നെ 3 പ്രാവശ്യം എഴുതിയിരിക്കുന്നത്, ഇന്ന് എന്ന് പറയപ്പെടുമ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത്, നിങ്ങളുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തരുത് എന്ന് പറയുന്നു. Today hearken to his voice. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുക. Do not wait for tomorrow. നാളേക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ട. Tomorrow your heart will get harder. നാളെ നിന്റെ ഹൃദയം വീണ്ടും കഠിനപ്പെട്ടു. Let the Holy Spirit take control of our lives. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കട്ടെ. Is your soul getting harder and harder? നിങ്ങളുടെ ആത്മാവ് കഠിനപ്പെട്ടു പോകുന്നുവോ? In my heart, എന്റെ ഹൃദയത്തിൽ I see certain hard parts. ചില കഠിനപ്പെട്ട ഭാഗങ്ങൾ ഞാൻ കാണുന്നുണ്ട്. And I surrender those parts to the Holy Spirit. I want him to take control of my life. ആ ഭാഗങ്ങളെ ഞാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ എന്റെ
ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. In this congregation, ഈ കൂട്ടായ്മയിൽ, ഈ കൂട്ടത്തിൽ if you feel that some parts of your heart are getting hard, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഏതോ ചില ഭാഗങ്ങൾ കഠിനപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, you're not able to forgive somebody, നിങ്ങൾക്ക് ആരോടോ ക്ഷമിക്കുവാൻ കഴിയുന്നില്ല, when you close your eyes and you try to meditate on the vision of Calvary, you're not able to do it. നിങ്ങൾ കണ്ണുകൾ അടച്ച് കാൽവരി ദർശനത്തെ ധ്യാനിക്കുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല. When your heart, when you want to be filled with the love of Jesus, your heart is not melting. നിങ്ങൾക്ക് യേശുവിന്റെ സ്നേഹത്താൽ നിറയപ്പെടുവാൻ നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം അലിയുന്നില്ല. It is many days since tears came down your eyes being filled with the love of Jesus. ദൈവ സ്നേഹത്താൽ നിറഞ്ഞ് നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ് കണ്ണുനീർ വന്നിട്ട് എത്രയോ നാളുകളായി. Those who say, yes, my heart is hard and I want the Holy Spirit to take control, put up your right hand in the presence of God. എന്റെ ഹൃദയം കഠിനപ്പെട്ടിരിക്കുന്നു, പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുവാൻ ആരംഭിക്കണമെന്ന് പറയുന്നവർ തങ്ങളുടെ വലങ്കരം ഉയർത്തിയാട്ടെ. I don't want to be a fallen Pentecostal. ഞാനൊരു വീണുപോയ ബന്ധക്കോസ്തുകാരനായിരിക്കാൻ I ആഗ്രഹിക്കുന്നില്ല. do not want to be frozen in iniquity and evil. അകൃത്യത്തിലും തിന്മയിലും ഞാൻ മരവിച്ചു പോകുവാൻ ഇഷ്ടപ്പെടുന്നില്ല. I want the holiness which Jesus desires. യേശു ആഗ്രഹിക്കുന്ന വിശുദ്ധി എനിക്ക് വേണം. I want that forgiveness that Jesus desires. യേശു ആഗ്രഹിക്കുന്ന ക്ഷമ എനിക്ക് വേണം. I want the humility that Jesus desires. യേശു ആഗ്രഹിക്കുന്ന താഴ്മ എനിക്ക് വേണം. I want that love that Jesus desires. യേശു ആഗ്രഹിക്കുന്ന സ്നേഹം എനിക്ക് വേണം. Put down your hands. നിങ്ങളുടെ കരം താഴ്ത്തിയിട്ടാട്ടെ. Those of you who put up your hands just now, ഇപ്പോൾ നിങ്ങളുടെ കരം ഉയർത്തിയവർ, if you have received the Holy Spirit, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ, let me tell you, the Holy Spirit is not inside you in vain. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ തന്നിരിക്കുന്നത് വെറുതെ അല്ല. The Holy Spirit has come inside to do a definite work inside you. ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നിരിക്കുന്നത് നിങ്ങളിൽ ഒരു വലിയ പ്രവൃത്തി ചെയ്യേണ്ടതിനാണ്. He wants to control your bodies. അവൻ നിങ്ങളുടെ ശരീരങ്ങളെ നിയന്ത്രിക്കുവാൻ He ആഗ്രഹിക്കുന്നു. wants to control your emotions. അവൻ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നു. He wants to bring that anger under his control. ആ കോപത്തെ അവന്റെ നിയന്ത്രണത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. He wants to give you that spirit of meekness. ആ സൗമ്യതയുടെ ആത്മാവിനെ തരുവാൻ അവൻ ആഗ്രഹിക്കുന്നു. He wants to control your decisions. നിങ്ങളുടെ തീരുമാനങ്ങളെ അവൻ നിയന്ത്രിക്കുവാൻ He ആഗ്രഹിക്കുന്നു. wants to control your thoughts. നിങ്ങളുടെ ചിന്തകളെ അവൻ നിയന്ത്രിക്കുവാൻ ആഗ്രഹിക്കുന്നു. Now you lifted up your hands. ഇപ്പോൾ നിങ്ങളുടെ കരം നിങ്ങൾ ഉയർത്തിയതാണ്. Now the Holy Spirit is going to move. ഇപ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ പോകുന്നു. Now he is going to remold your hearts. ഇപ്പോൾ അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ വീണ്ടും രൂപാന്തരപ്പെടുത്തുവാൻ പോകുന്നു. Now he will melt your hard hearts. ഇപ്പോൾ നിങ്ങളുടെ കഠിന ഹൃദയങ്ങളെ അവൻ ഉരുക്കുവാൻ പോകുന്നു. The Holy Spirit is moving in our midst. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. Remember, the Holy Spirit is not just some wind. ആ പരിശുദ്ധാത്മാവ് എന്നുള്ളത് ഏതോ ഒരു കാറ്റല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. He is not just water vapor. അതൊരു നീരാവി അല്ല, He is God. അത് ദൈവമാണ്. He is more powerful than your hard heart. നിങ്ങളുടെ കഠിന ഹൃദയത്തെക്കാൾ ശക്തിയേറിയവനാണ് അവൻ. If you surrender, he will control. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ അവൻ നിയന്ത്രിക്കുവാൻ തുടങ്ങും. And your heart will become the eternal dwelling place of God. അങ്ങനെ നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ നിത്യനിവാസ സ്ഥലമായി മാറ്റപ്പെടും. May the Lord help us. ദൈവം നമ്മെ സഹായിക്കട്ടെ. പിതാവേ, നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ, അതിപരിശുദ്ധ പിതാവേ, നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ, വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ. വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ. അതിപരിശുദ്ധ പിതാവേ, നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ, അതിപരിശുദ്ധ പിതാവേ, നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ, വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ. വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ. അതിപരിശുദ്ധ പിതാവേ, നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ, അതിപരിശുദ്ധ പിതാവേ, നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ, വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ. വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ. അതിപരിശുദ്ധ പിതാവേ, നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ, അതിപരിശുദ്ധ പിതാവേ, നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ, വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ. വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ. അതിപരിശുദ്ധ പിതാവേ, നീ എൻ ഹൃദയം ശോധന
ശോധന ചെയ്യുമ്പോൾ അതിപരിശുദ്ധ പിതാവേ നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഇന്ന് രാത്രികാലവും കർത്താവ് നമ്മളോട് വാസ്തവമായി സംസാരിച്ചിരിക്കുകയാണ്. നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന വചനങ്ങൾ, നമ്മെ ഒരുക്കുന്ന വചനങ്ങൾ, നമ്മുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്ന വചനങ്ങൾ, നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്ന വചനങ്ങൾ, അതേ പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ നമ്മുടെ ഹൃദയത്തെ ഒരുക്കുന്ന വചനങ്ങൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഉള്ളത്തോട് ഇടപെട്ടിരിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് സമർപ്പിക്കാം, ഒരു നിമിഷം നമ്മെ ശോധന ചെയ്യാം, ദൈവത്തോട് അടുക്കാം. ഈ വചനങ്ങൾ നമ്മെ സ്വർഗീയന്മാരാക്കി ദൈവസേനയിൽ കൊണ്ട് നിർത്തുന്നതാണ്. ദൈവത്തിന്റെ വചനത്തിന് അധികാരമുണ്ട്. ദൈവത്തിന്റെ വചനത്തിന് പാറയെ തകർക്കുന്ന അധികാരമുണ്ട്. ഏത് കഠിന ഹൃദയത്തെ ഒരുക്കുവാൻ ദൈവവചനത്തിന് അധികാരമുണ്ട്. ദൈവവചനം ഉള്ളത്തിൽ വീഴുമ്പോൾ നാം ദൈവസന്നിധിയിൽ കീഴടങ്ങുവാനിടയാകും. കർത്താവിന്റെ മുമ്പിൽ നമ്മെ താഴ്ത്താം, കർത്താവിന്റെ മുമ്പിൽ നമ്മെ ഏൽപ്പിക്കാം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നാം ആരാണ്, നാം എങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ അവസ്ഥ എന്താണെന്ന് നാം തന്നെ അറിയുവാനിടയാകട്ടെ. അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് നാളോറും നാം രൂപാന്തരപ്പെട്ട് കർത്താവിനെ പോലെ ആയിത്തീരുകയാണ് മാർഗം. ആ ശ്രേഷ്ഠമായ സത്യമാണ് ഇവിടെ വെളിപ്പെടുത്തിയത്. അനുദിനം തിരുവചനത്താലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും നമ്മുടെ മൺമയമായ എല്ലാ സ്വഭാവങ്ങളെ നീക്കി രൂപാന്തരപ്പെട്ട് കർത്താവിനെ പോലെ ആയിത്തീരുക. ഒരു നിമിഷം ദൈവത്തോട് അടുക്കാം. ഈ വചനം നമുക്ക് ആദായമായി തീരട്ടെ. ഈ വചനങ്ങൾ നമ്മെ ഒരുക്കട്ടെ. ഈ വചനങ്ങൾ നമ്മെ തിരുസന്നിധിയിൽ നിർത്തുവാൻ യോഗ്യരാക്കി തീർക്കട്ടെ. സമർപ്പിക്കാം. നാം ആരാണെന്ന് കർത്താവ് അറിയുന്നു. ദൈവസന്നിധിയിൽ സമർപ്പിച്ചാട്ടെ. കർത്താവിനോട് അടുക്കുക, രൂപാന്തരപ്പെടുക. ഹല്ലേലൂയ, ഒരുക്കപ്പെടുക. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ഉണർത്തട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളോട് ശക്തിയായി ഇടപെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിപരിശുദ്ധ പിതാവേ നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ അതിപരിശുദ്ധ പിതാവേ നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ അതിപരിശുദ്ധ പിതാവേ നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ അതിപരിശുദ്ധ പിതാവേ നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ അതിപരിശുദ്ധ പിതാവേ നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ അതിപരിശുദ്ധ പിതാവേ നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ അതിപരിശുദ്ധ പിതാവേ നീ ഹൃദയം ശോധന ചെയ്യുമ്പോൾ അതിപരിശുദ്ധ പിതാവേ നീ എൻ ഹൃദയം ശോധന ചെയ്യുമ്പോൾ
വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ. 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 വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീക്കണമേ. വ്യസനത്തിൻ വഴിയേഴയിൽ നിന്നും ശാശ്വതമായി നീ നീക്കണമേ. Hallelujah, 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 hallelujah.